സോ ലൈബു എന്നുള്ള പേര് തന്നെ തുടങ്ങാം. എന്താ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈബു ശരിക്കും? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. നമ്മള് ഒരാൾ ജനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാപ്പ ഉമ്മ, അതാണല്ലോ കൺസെപ്റ്റ്. അതെ. വാപ്പാടെ പേര് ബാബു, ഓക്കെ. ഉമ്മയുടെ പേര് ലൈല. സോ നമ്മുടെ ഇതിലൊക്കെ ഫിലിമിലൊക്കെ പറയണ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷയുടെ നീയും മനുവിന്റെ നിമി. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. വെൽക്കം ടു അൺസ്ക്രിപ്റ്റഡ് ബൈ സുരൂർ. അൺസ്ക്രിപ്റ്റഡ് ബൈ സുരൂറിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ, നമ്മുടെ ഫോളോവേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള ആളാണ്. മിസ്റ്റർ ലൈബു ആണ്. അദ്ദേഹം ഇൻഫ്ലുവൻസറാണ്. 20 years in ഒമാൻ, 8 years in ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ്. ആൾക്കറിയാത്ത ആളറിയാത്ത ഭാഷയിലുള്ള ആളുകളില്ല. എല്ലാ ഭാഷയിലുള്ള ആളുകൾക്ക് ഏറെക്കുറെ അറിയാം. 45K+ ഫോളോവേഴ്സ് ഉണ്ട് ആൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ. അതിന് പുറമെ 40+ ടിക്ടോക്കിലുണ്ട്. ഫേസ്ബുക്ക് പേജസ് ഉണ്ട്. ഫേസ്ബുക്കിൽ വേറെ ഉണ്ട്. അങ്ങനെ ഓൾ ടുഗദർ ഒരു 100+ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. 100+ ഫോളോവേഴ്സ് ഉള്ള ആളാണ് ലൈബു. അപ്പോൾ നമ്മുടെ ലൈബുവിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടു അൺസ്ക്രിപ്റ്റഡ് ബൈ സുരൂർ ബ്രോ. ഓക്കെ. സോ അപ്പോൾ ലൈബു എന്ന് പേര് വന്ന അങ്ങനെ മീനിങ് എന്താ ശരിക്കും ലൈബുവിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്നും തന്നെ അതിനൊരു മീനിങ് ഇല്ല. അതുകൊണ്ടാണ് ലൈബു മുഹമ്മദ് എന്നുള്ള ഒരു പേരായിട്ട് വന്നത്. നൈസ് നെയിം. സോ ബ്രോ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഇടയിൽ നിന്ന് പൊങ്ങി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഷയിൽ ഒരുപാട് ആളുകൾ അറിയുന്ന ഒരു വലിയ ഇൻഫ്ലുവൻസറാണ് ഒമാൻ മാർക്കറ്റിൽ. വാട്ട് ഡു യു ഫീൽ ലൈക്ക് എങ്ങനെയാണ് ലൈബു ശരിക്കും ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്? എനിക്ക് ബേസിക്കലി ഈ ഒരു ഇൻഫ്ലുവൻസർ വ്ളോഗർ എന്നതിന് പുറമെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്നെ റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ. ലൈം ലൈറ്റ്, റൈറ്റ്, ഗ്ലാമർ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സോ എങ്ങനെയാണ് പല ആൾക്കാരും ഇത് പറയാറില്ല, നിങ്ങളെങ്ങനെ അത് ഇത്ര ഓപ്പൺ ആയിട്ട് പറയണത്? ഇല്ല, മാക്സിമം നമ്മൾ ട്രൂത്ത്, അതായത് സത്യം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളത് പിന്നെ ക്യാരി ചെയ്ത് നടക്കണ്ട, വലിയൊരു ബേർഡൻ ആയിട്ട് നടക്കണ്ട ആവശ്യമില്ല. നമ്മൾ സത്യമാണ് നിങ്ങളോട് പറഞ്ഞതെന്നുണ്ടെങ്കിൽ പിന്നീട് കാണുമ്പോൾ അത് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. നോണയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഓർത്തു വെക്കണം, ആളോട് പറഞ്ഞത് ഇന്നതാണ്. മാക്സിമം അത്രയും പ്രഷർ പറയും. അത് ശരിയാണ്. സോ നിങ്ങൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൽ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ലൈക്ക് അതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? സ്റ്റാർട്ടിങ് ടിക്ടോക്കിലൂടെയാണ് വന്നത്. ടിക്ടോക്ക് പ്ലാറ്റ്ഫോം. അത് കൊറോണ ടൈമിൽ നമ്മളൊരു എല്ലാവർക്കും അറിയാം, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി ഫിലിം ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ടിക്ടോക്കിൽ പാട്ട് ഇങ്ങനെ ലിപ്സിംഗ് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സെൽഫി വീഡിയോസ്, നമ്മുടെ ഡബ് സ്മാഷ് ഒക്കെ പോലെയുള്ള അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അത് തുടക്കത്തിൽ ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു പരിഹാസ കഥാപാത്രമായി മാറി. അത് നമ്മളെ പോലെ ഒരു സീരിയസ് ക്യാരക്ടറിൽ നിന്ന് ആൾക്കാർ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. എസ്പെഷ്യലി നമ്മുടെ ഫാമിലി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളൊരു സീരിയസ് ക്യാരക്ടറാണ്. അപ്പൊ ഇങ്ങനെയുള്ളത് കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു വിയേർഡ് ലുക്ക് ഒക്കെ തോന്നി സംഭവം. പക്ഷെ അത് കഴിഞ്ഞപ്പോ, കൊറോണ കഴിഞ്ഞപ്പോ പുറത്തിറങ്ങിയപ്പോ ഓൾറെഡി നമ്മൾ ഇതിലൊരു അഡിക്ഷൻ വന്നു. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് അഡിക്ഷൻ. അതിനെ ആരും പറയൂല എന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ 3000 വ്യൂസ് എന്നുള്ളത് 4000 വ്യൂസ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും എന്നല്ല, അതിപ്പോ നെഗറ്റീവ് വേയിലായാലും പോസിറ്റീവ് വേയിലായാലും അതിലാണ് ഫോക്കസ്. അപ്പൊ ഞാനൊരു ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സെയിൽസിലാണ് വർക്ക്, എല്ലാവർക്കും അറിയാവുന്ന. ട്രാവൽ ചെയ്യുന്നു. എന്തായാലും നമ്മൾ ലഞ്ച് ഡിന്നർ കഴിക്കും. അത് ചെറിയ ഒരു ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ട് ടിക്ടോക്കിലിട്ട്. അപ്പൊ ഈ 3000 വ്യൂ എന്നുള്ളത് 15000 വ്യൂ ആയി. അപ്പൊ അത് നമുക്കതൊരു ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഒമാനില് ആരും അങ്ങനെ ഈ ടൈപ്പ് ഓഫ് വ്ളോഗിംഗ് ഇല്ല. ആഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ. അത് വളരെ കുറച്ച് ആൾക്കാർ ഒമാനിൽ കണ്ടിരുന്നുള്ളൂ. സോഷ്യൽ മീഡിയയിൽ വ്ളോഗ് ഒന്നും കണ്ടിരുന്നില്ല. അപ്പോ അതൊരു അപ്പർ ക്ലാസ് പീപ്പിൾ ഇൻസ്റ്റഗ്രാമിൽ ചില ആഡുകൾ കാണുമെന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒമാനിലപ്പോ നമ്മളെ ഏകദേശം ഒരു സ്റ്റാർട്ടിങ് ആണ് ഈ വ്ളോഗിങ്. അത് മാത്രമല്ല, അതിനൊരു കറേജും കൂടി വേണമല്ലോ. ലൈക്ക് പച്ചയ്ക്ക് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ഒരു തൊലിക്കെട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ. നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇവരെല്ലാരും വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ ചെയ്യുന്നതിന്റെ കുറച്ച് മുകളിലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ആൾക്കാർ പറയാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒമാനെ സംബന്ധിച്ച് ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള ഒരു രാജ്യത്ത് എവിടെ പോകണം, എന്ത് കഴിക്കണം എന്നൊക്കെ ഈസി ആയിട്ട് ക്യാപ്സൂൾ പോലെ നമ്മൾ ഇന്ന് കിട്ടാൻ തുടങ്ങി. അപ്പൊ എന്തും പുതിയത് കാണുമ്പോ ഭയങ്കര അട്രാക്ഷൻ. ആ അട്രാക്ഷനിൽ രക്ഷപ്പെട്ട ഒരാളാണ്. അപ്പോ ഇനീഷ്യലി ടിക്ടോക്ക് മാത്രമേ ഉണ്ടായിരുന്നു. ടിക്ടോക്ക് മാത്രം. പിന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ടിക്ടോക്ക് ബാൻ വന്നോളാം. ഞാൻ ഇതുവരെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്നും നോക്കുന്നില്ല കാര്യമായി. അപ്പോ
ബാൻ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും നമ്മൾ സെർച്ച് ചെയ്യും നമുക്ക് എങ്ങനെ അടുത്തത് വാട്ട് ഈസ് നെക്സ്റ്റ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമൊക്കെ എന്റെ ഫോളോവേഴ്സ് ഭയങ്കര കുറവായിരുന്നു. ടിക്ടോക്കിൽ ഒരു 25-30K ഫോളോവേഴ്സ് ഉള്ള സമയത്ത് ഇൻസ്റ്റാഗ്രാം 700 ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഫേസ് വാല്യൂ എല്ലായിടത്തും ഹെൽപ്ഫുൾ ആയിരിക്കുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഈ ടിക്ടോക്കിൽ തന്നെയുള്ള ഒരു 30-40% ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും, 30% ആൾക്കാർ ഫേസ്ബുക്കിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കണക്റ്റഡ് ആയി കഴിഞ്ഞപ്പോ ഇൻസ്റ്റാഗ്രാമിലും പെട്ടെന്ന് ഇതാവാൻ തുടങ്ങി. പിന്നെ ഇതെല്ലാം ജെന്യുവിൻ ഫോളോവേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരു 5 റിയാൽ 100Kയോ 200K ഒരുപാട് പേരുണ്ട് അങ്ങനെ. വ്യൂവേഴ്സ് ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, റിസൾട്ടും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോ നമ്മളെക്കാട്ടിലും ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെക്കാട്ടിലും നമ്മൾ റെക്കഗ്നൈസ്ഡ് ആയതും ആൾക്കാരെ അറിയുന്നത്. നമുക്ക് അതാണ് ആവശ്യം. അല്ലാണ്ട് നമ്മള് എന്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരു പരിധി വരെ അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, ബ്ലഫ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ എന്നോട് ചോദിക്കും ഫുഡ് നിങ്ങൾ പോയിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നത്. ഞാൻ അവരോട് പറയാറുള്ളത് ഞാനിത് ഒളിച്ച് ചെയ്യുന്നതല്ല, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നതാണ്. എന്റെ നമ്പർ അതിനകത്തുണ്ട്, ഇമെയിൽ ID ഉണ്ട്, റിയാക്ഷനും മറ്റുള്ള എല്ലാം ഓപ്പൺ ആണ്. എന്നെ ടാഗ് ചെയ്യാം, കൊളാബ് ചെയ്യാം, എല്ലാം ചെയ്യാം, എല്ലാം ഓപ്പൺ ആണ്. എല്ലാത്തിനും ഓപ്പൺ ആണ്. അല്ലാണ്ട് ഞാനൊന്നും ഐഡിയ ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഡിലീറ്റ് ചെയ്യുന്ന മെസ്സേജ്, അതായത് ഒരു പ്രോപ്പർ അക്കൗണ്ടിൽ നിന്നല്ലാണ്ട് ഫേക്ക് അക്കൗണ്ട് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. അതിൽ എന്ത് ജെന്യൂനിറ്റി ഉള്ളത്? ഒരാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അതും ബാഡ് വേർഡ്സ് ഒക്കെ വെച്ചിട്ട്. ഇനി ഒരു ജെന്യൂൻ അക്കൗണ്ടിൽ നിന്ന് നമ്മളൊരു ചീത്ത വിളിച്ചാൽ പോലും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. അവിടെ കിടന്നുണ്ട്. അത് അധികം ആൾക്കാരും ചെയ്യാത്തൊരു കാര്യം കേട്ടോ. അല്ല, ഇതെല്ലാം ആൾക്കാർ അസസ് ചെയ്യുന്നത് ആദ്യം അവരത് എൻജോയ് ചെയ്യും, വേറൊരാളെ ചീത്ത വിളിച്ചത്. പിന്നീട് ഈ ചീത്ത വിളിച്ച ആളെ അവർ അസസ് ചെയ്യണം. അത് അയാളുടെ ഒരു ക്വാളിറ്റിയാണ്. അതെ, അത് നമ്മുടെ ഉള്ളിലുള്ള എന്താണ് അത് പുറത്തെ. അതൊരു മൊബൈലിന്റെ ബാക്കിൽ ഇരിക്കുമ്പോൾ ആരും കാണില്ല, എന്തും പറയാന്നുള്ള ഒരു ഇതില്ല. മനോഹരമായിട്ട് എഴുതും. അതായത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ നമുക്ക് അത് ഞാൻ വളരെ എന്റർടൈൻ ചെയ്യുന്ന ഒരു കേസ് അതാണ്. ഞാൻ ടിക്ടോക്കിലൊക്കെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു. ഇപ്പൊ അങ്ങനെ അധികം ഒന്നും ഇടാറൊന്നുമില്ല. കാരണം പിന്നെ നമ്മളുടെ ഞാനിപ്പോ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അവിടെ ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് എന്റെ ഇഷ്ടത്തിന് പറയുന്നതല്ല. അവിടുത്തെ ഷോപ്പിലെ ആളെ എനിക്ക് തരുന്ന പ്രൊഡക്റ്റ് ആണ്. ചിലപ്പോ ആ പ്രൊഡക്റ്റ് 50 പീസ് ഉണ്ടാവുള്ളൂ. വീഡിയോ ഇട്ട് 1 hour 50 പീസ് തീരും. 51 അവിടെ ചെന്നിട്ട് ആ സാധനം അവിടെ ഇല്ല, ഇത് ഫേക്ക് വീഡിയോ ആണെന്ന് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. ചെയ്യാൻ പറ്റില്ല. ചിലത് അവർ നമ്മളോട് പറയും, ചിലത് നമ്മളോട് പറയില്ല. വീഡിയോയുടെ റീച്ചിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ പറയില്ല. അപ്പൊ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റോക്ക് തീർന്നു. ഇപ്പൊ നമ്മളൊരു ഫിലിമിന്റെ അഡ്വർടൈസ് ചെയ്ത് ആ ഫിലിമിന്റെ ഫസ്റ്റ് ഷോ നമ്മൾ പറഞ്ഞ് 6:30 ഷോ ഉണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ വന്നു. അവിടെ വന്നപ്പോ ടിക്കറ്റ് തീർന്നു പോയി. അതിന്റെ അർത്ഥം സിനിമ ഇല്ലാന്നല്ലോ. അല്ല, സിനിമ കൊള്ളൂല, ടിക്കറ്റ് തീർന്നു പോയി. സിനിമയുടെ പരസ്യം ചെയ്ത ആള് മോശമൊന്നുമല്ല. കാരണം 250 സീറ്റുള്ളൂ, 250 സീറ്റ് ഫുൾ. മാർക്കറ്റിംഗ് നന്നായതുകൊണ്ടാണല്ലോ 250-300 ആൾക്കാർ വന്നത്. അത് നമുക്ക് ചിലപ്പോ നല്ലതാവാൻ ചീത്താവാം. നമ്മൾ എവിടെ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് തെറി എനിക്ക് കിട്ടാറുണ്ട്. അല്ലെ, ഇതെല്ലാം പാർട്ടാണല്ലോ. സദ്യ മേടിക്കുമ്പോ എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ കിട്ടാൻ പറ്റുള്ളൂ. കാരണം അത് അവര് 300ാമത്തെ ആളായി മാറിയത് 299 പീസ് ഉള്ളത് വിറ്റതിന് ശേഷം 300ാമത്തെ ആളായി മാറിയത് എന്റെ തെറ്റല്ല, അവരെയും തെറ്റല്ല. അപ്പൊ അവര് പറയുന്ന തെറി നമ്മൾ വളരെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇൻഫ്ലുവൻസ് എന്നല്ല, അതെന്റെ ബാധ്യതയാണ് കേൾക്കാന്നുള്ള. അവരുടെ ടൈം, എഫേർട്ട്, മണി ഇതെല്ലാം കണക്റ്റഡ് ആണ്. അവർ ചീത്ത വിളിക്കുന്നതിന് നമുക്കൊന്നും പറയാനില്ല. നമ്മളെ വീഡിയോ കണ്ടതിന് നന്ദി മാത്രമേ ഉള്ളൂ നമുക്ക് അവരോട്. നന്ദി അത്രമാത്രം പറയാം. കാരണം അവരാണല്ലോ ഫൈനലി ഇവര് കണ്ടില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. കാരണം ഇവിടെ ഈ നല്ല വീഡിയോസ് ലൈക്ക് നമ്മളെക്കാട്ടിലൊക്കെ നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് കണ്ടില്ലെങ്കിൽ കാര്യമില്ലല്ലോ. ശരിയാ. അപ്പൊ അവര് കാണുന്നതാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഫുഡ് വ്ളോഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറന്റ് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് തരുന്ന ഒരു ട്രീറ്റ്മെന്റ്, ഫുഡ് ക്വാളിറ്റി, പ്രസന്റേഷൻ, ഇതൊന്നും നമ്മൾ വീഡിയോ ഇട്ട് ചെയ്യുമ്പോൾ 5 എന്നുള്ളത് 10 ആവും. ആ 10 പേരാകുമ്പോൾ ഇവർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരേ സമയം വന്നിട്ട് പെട്ടെന്ന് ഒരൈറ്റം 3 പേര് ചോദിച്ചു കഴിഞ്ഞാല് 1, 2, 3 ആയിട്ടേ പറ്റുള്ളൂ. അറ്റ് എ ടൈം 3 കൊടുക്കാൻ പറ്റില്ല. അത് അവർക്ക് അതറിയേണ്ട കാര്യമില്ല.
വരുന്ന ആൾക്കാർ. സോ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഇല്ലേ? വരുന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറഞ്ഞു മനസ്സിലായി. നിങ്ങൾ പറയാറുണ്ടോ അവരോട് എനിക്ക് പുതിയതായിട്ട് വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്തരുത്, നോർമൽ ഒരു തിരക്ക് വരുമ്പോ എങ്ങനെ കൊടുക്കല് അതേമാതിരി തന്നെ കൊടുത്താൽ മതി? ഫസ്റ്റ് പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ ഇവിടെ വരുന്ന ഒരു കസ്റ്റമർക്ക് എന്താണോ കൊടുക്കുന്നത് ആ സെയിം സാധനം എനിക്ക് തന്നാ മതി. അല്ലാണ്ട് ലൈബുവിന് വേണ്ടി പൂ വെക്കണ്ട, മറ്റേ എന്താ പറയാ കുക്കമ്പർ അരിഞ്ഞിങ്ങനെ സൈഡില് പ്രാവാക്കണ്ട മൈലാക്കണ്ട, ഒരു ഗാർണിഷിംഗും അതിന്റെ വേണ്ട. ഏത് പ്ലേറ്റിലാണോ കസ്റ്റമർ കൊടുക്കുന്നത് സെയിം പ്ലേറ്റ്, ഏത് ക്വാണ്ടിറ്റി ഏത് ക്വാളിറ്റി അതിൽ തന്നാ മതി. കാരണം ലൈബുവിന് കൂടുതൽ കൊടുത്ത് എന്നുള്ള ഒരു അതിന്റെ ആവശ്യമില്ല. കാരണം എനിക്കിത് കൂടുതൽ തന്നാ വരുന്നവർക്കും കൂടുതൽ കൊടുക്കണം, അത് മസ്റ്റാണ്. അതെ, ട്രൂ. ആ മൊഞ്ച് എങ്ങനെ ഉണ്ടോ അതേമാതിരി മൊഞ്ചായിട്ട് അവർക്കും കൊടുക്കും പറയാം. അപ്പൊ അവര് അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു ഏത് ബിസിനസ് നടത്തുമ്പോഴും അതിന്റെ കുറെ അതെ പ്രോബ്ലം അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പിന്നെ തിരക്ക് വരുമ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാത്തതിന്റെ അഫ്കോഴ്സ് മെജോറിറ്റി ഇതിൽ നിന്ന് ബെനിഫിറ്റഡ് ആയതുകൊണ്ടാണല്ലോ വീണ്ടും പോകുന്നത് നമ്മുടെ കണ്ടിട്ട്. ഒരു ചെറിയൊരു ആൾക്കാർ, ചില ആൾക്കാർ ഡേറ്റ് ഒന്നും നോക്കൂല. നമ്മളൊരു ഓഫർ ഇട്ടിട്ട് ഇത് വീഡിയോ ഫുള്ള് കാണാത്തതാണ്. കാരണം നമ്മളുടെയൊക്കെ ഒരു വീഡിയോയുടെ ഒരു 46% കാണുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയണോണ്ട് ഇന്ന സ്ഥലം ഫസ്റ്റുള്ള എനിക്ക് തോന്നുന്നു ഫസ്റ്റുള്ള 5 ആയിട്ടായിരിക്കും മറ്റേ കില്ലർ പ്രൊമോ ഉണ്ടാവാൻ. ആ കില്ലർ പ്രൊമോ കഴിഞ്ഞു ഓക്കെ ഈ സാധനം ഉണ്ട് കളസ്റ്റാണ് നമുക്ക് നേരെ ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് പോകും. അവിടെ ഇങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല എന്ന് പറയും. അലമ്പായിരിക്കും. പുള്ളി അവരോട് നമ്മൾ എന്താ പറയാ, നിങ്ങൾ ഡേറ്റ് നോക്ക്, ഡേറ്റ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറെയൊക്കെ നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കുറെ പേര് അത് ഇതൊന്നും അവരുടെ തെറ്റല്ല കേട്ടോ. കുറെ പേര് അത് നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്ന ഒരു ചിട്ടയാണ്. നമ്മൾ ലൈഫിൽ എത്ര സൂക്ഷ്മത പാലിക്കുന്നു അതിന്റെ ഒരു റിപ്ലിക്കേഷനാണ് നമ്മുടെ എല്ലാത്തിലും അയാള് ആ ഡിസിപ്ലിനും ഇതൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കും. അതായത് തെറ്റുള്ള ആൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പൊ അയാളൊരു 50% ഇൻഫർമേഷൻ എടുക്കും, നമ്മളെ ചീത്ത വിളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലാകുമ്പോൾ ചിലവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. കുറെ പേര് അങ്ങനെ നമ്മളെടുത്ത് സംസാരിച്ചിട്ട് നിങ്ങൾ എന്താ നേരിട്ട് കാണാൻ പറയും, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഇതായിരുന്നു. ഞാൻ പറയും എന്താണ് ചേട്ടനെ പറ്റിയത് അല്ലെങ്കിൽ എന്താണ് ഇക്കാക്ക് പറ്റിയത്. അങ്ങനെ ചെന്നിരുന്നിട്ട് അവരുടെ കൂടെ സംസാരിച്ചിട്ട് ഞാൻ പറയും. അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇടപെടുന്ന ആളാ. അല്ലാണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അത് ഒന്നുമില്ല. എനിക്ക് ഡെയിലി എത്ര ആൾക്കാർ മെസ്സേജ് ചെയ്യും, ഫോൺ ചെയ്യും, എളി ബുക്ക് എവിടെ പോയാലും നല്ല ഫുഡ് കിട്ടും, നല്ല മന്തി എവിടെ കിട്ടും. ഞാൻ പറയും നിങ്ങൾ ലൊക്കേഷൻ എവിടെയാണ്, നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കാൻ നിങ്ങൾക്ക് സമയമില്ല. അത് നമ്മൾ ചെയ്യും. സീരിയസ്ലി ഞാൻ റിപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോയുടെ അടി ഒന്ന് കമന്റ് ചെയ്തിട്ട് ജോബിനയക്കും. നമ്മൾ അത് ചെയ്തിട്ട് പറയണില്ല, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ അത് പാരയായിട്ടും വരാറുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാണ്ടിരിക്കാറില്ല. ഞാൻ ഒരാളിങ്ങനെ കുക്കാണ്, നമുക്കൊരു ജോലി വേണമെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് 3 months അയാൾ ഇവിടുന്ന് ചാടിപ്പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ? അത് അയാളെ നിവൃത്തിയോടുകൊണ്ട് ചാടിപ്പോയതായിരിക്കും. പക്ഷെ അങ്ങനെയും വരാറുണ്ട്. അതിന്റെ പിന്നാലെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ചെറിയ സഹായം ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുന്നു, ഇതാക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഒരുപാട് പിന്നാലെ പോകാതിരിക്കുന്നുണ്ട്. കാരണം ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്ദികേടിന്റെ ലോകമാണ്. അതെ, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട. ഒന്നും തിരിച്ച് എക്സ്പെക്ട് ചെയ്യാണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും എന്റെ ലൈഫ് പഠിപ്പിച്ച ഒരു സംഭവം. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്കും എന്ന് ചിന്തിച്ചാലാ പ്രശ്നം. നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കളഞ്ഞിട്ട് പോകുക, അത്രേ ഉള്ളൂ. അതിന്റെ പുറകെ പോയിട്ടിരിക്കുക, ഒരു നാളെ കാണുമ്പോൾ ചിരിക്കുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ നാളെ അവൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒന്നും ലൈഫ് നീ വിഷമിക്കണ്ട കേട്ടോ നമ്മളൊക്കെ ചുറ്റും ഇടപെടലിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു മോശാവസ്ഥയിലായാലും ചിലപ്പോൾ ഇവരെല്ലാരും വരും കേട്ടോ കാണാൻ. അങ്ങനെയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ശരിക്കും മോശാവസ്ഥയിൽ വരും. അല്ല, അങ്ങനെ എക്സ്പെക്ടേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എക്സ്പെക്ടേഷൻ ഉള്ള ആളാണ്. എല്ലാവരും ഇപ്പൊ ഒരു സംഭവങ്ങൾ ഒരാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് ഓക്കെ എനിക്കൊരു ഡൗൺ സമയത്ത് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ലൈക്ക് ഒരു ഡൗൺ സമയത്ത് ആള് വരും, ഹെൽപ്പോ അല്ലെങ്കിൽ വിളിക്കലോ കാണലോ എന്തെങ്കിലും കിട്ടിയില്ല, ഇവൻ നശിച്ചല്ലോ എന്ന് കാണാൻ വേണ്ടി അങ്ങനത്തെ സംഭവത്തിന് പറഞ്ഞാണ് ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ ഓക്കെ നല്ല തന്നെ ചെയ്തു കൊടുത്തല്ലേ. അതെനിക്ക് അത്ര കത്തില്ലേ. നിങ്ങൾ സീരിയസ് ആയിട്ട് സർക്കാസ് പറഞ്ഞപ്പോ എനിക്കത് കിട്ടിയില്ലേ. നമ്മളൊരു റൂട്ടിൽ ഇങ്ങനെ പോവായിരുന്നല്ലോ. അങ്ങനെയാണോ? അപ്പൊ ഇപ്പൊ ശരി, ഇല്ലെങ്കിൽ പിള്ളേച്ചൻ കള പറയാന്ന്. ഓക്കെ, സോ നിങ്ങളുടെ ജേണി ആ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വന്നിട്ടുള്ള ജേണി പറഞ്ഞു. നിങ്ങളുടെ ഒരു പേഴ്സണൽ ജേണി എങ്ങനെയായിരുന്നു? എന്നാണ് മസ്കറ്റിലേക്ക് വന്നത്? എന്താണ് നിങ്ങളുടെ ജോബ്? ഫാസ്റ്റ് എന്താണ്? ഫാമിലി എന്താണ്? അതിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു. നമ്മള് നാട്ടിൽ നിന്നേ പറയാ, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ജനിച്ചു വളർന്നൊക്കെ. നമ്മള് അവിടെ ഒരു അറിയപ്പെടുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. തറവാട് മീൻസ് എന്താ തറവാട്ട് പേര്? കടമ്പോട്ട് എന്നാണ് പേര്. തറവാട്ട് എല്ലാം അറിയാം. തൃശ്ശൂർ ശരിക്കും എവിടെയാണ്? തൃശ്ശൂർ കൊടുങ്ങല്ലൂർ. പിന്നെ നമ്മളൊരു മിഡിൽ ക്ലാസ്
മുസ്ലിം ഫാമിലിയിൽ ജനിച്ച് വളർന്നുകൊണ്ട് അതിൻ്റെതായ എല്ലാ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളൊരു പരിധി വിട്ടിട്ട് അങ്ങനെ ഒരുപാട് ഫ്രീഡം ഒന്നും തരാത്ത, എന്നാലോ പഠിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാ സപ്പോർട്ടും നൽകിയിട്ടുള്ള ഒരു ഫാമിലിയാണ്. നമ്മൾ അത് കറക്റ്റ് യൂസ് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അത് നമ്മുടെ പ്രശ്നമാണ്. അവരെ മാക്സിമം ചെയ്തിട്ടുണ്ട്, അവരെ കപ്പാസിറ്റി എന്നിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ചെറിയ ഏജ് ആയപ്പോ വാപ്പ കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഡിസൈഡ് ചെയ്താണ് ജോലിക്ക് പോകാന്നുള്ളത്. അവര് പഠിച്ചോളാൻ പറഞ്ഞതാണ്. നമ്മളൊരു ചെറിയ ഏജിൽ തന്നെ ഇവിടെ വന്ന് എത്രാമത്തെ വയസ്സിലെത്തി? 21 ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗ്രാജുവേഷൻ കഴിഞ്ഞ് സർട്ടിഫൈഡ് ആണ്. ഇവിടെ വന്ന് അപ്പോൾ വാപ്പ ബിസിനസ് ചെയ്യാൻ, വാപ്പക്ക് കോഫി ഷോപ്പായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ നമ്മളൊരു വൈറ്റ് കോളർ ജോബാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. റിവോൾവിംഗ് ചെയറും അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമുക്കതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തത് നമ്മുടെ കഴിവല്ല, നമ്മുടെ വീട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. വാപ്പ നിർബന്ധമായിട്ട് ഇല്ല നീ കോഫി ഷോപ്പ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ നടത്തും. അവർക്ക് ഫുൾ ഫ്രീഡം ആണ്. നമുക്ക് നമ്മുടെ ഒരു കാര്യത്തിലും ഇവര് പറയും ഇതൊക്കെയാണ്, ഇത് പ്രശ്നമാണ്, ഇത് നല്ലതാണ്, ഇത് നല്ലതാണ്. സെലക്ഷൻ നമ്മുടെ ചോയ്സ് ആണ്. കാരണം ഇതിന്റെ ഒന്നും റിസ്ക് ഏറ്റെടുക്കാൻ നമ്മുടെ പേരൻസിന് താല്പര്യം. നമ്മൾ തന്നെ ചോദിക്കും, നിങ്ങളല്ലേ ഇത് ചെയ്തത്, അവര് 1 2 3 പറഞ്ഞു തരും. ആ കാലത്തിലെ ആളത്രയും മോഡറേറ്റ് ആയിട്ട് ചിന്തിക്കലുണ്ട്. ഭയങ്കര, അതായത് നമ്മളിന്ന് എന്താണോ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാ. എനിക്ക് ഒമാന്റെ എക്സ്പീരിയൻസ് ഒരു 30-40 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയും. കാരണം ഞാൻ വരുമ്പോ വാപ്പാട് ഒരു 17 കൊല്ലം കൂടി എനിക്ക് ആഡ് ഓൺ ചെയ്തു. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിലും ഒരു 10 വട്ടം ചിന്തിക്കും. ഓവർ തിങ്കിങ് ആണ് കുറച്ച്, അതൊരു മോശം സ്വഭാവമാണ്. എല്ലാം ചിന്തിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. കാരണം നമ്മളൊരു വീഴ്ച പറ്റുന്നതിൽ നല്ലത് ചിന്തിക്കുന്നു. ശരിയാ, വെരി ട്രൂ. അതങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കുറെ നെഗറ്റീവ് മാത്രം അടിച്ചു പോകുന്നുണ്ടോ? ഇല്ല. നമ്മള് ആകെ ഞാനിപ്പോ എനിക്ക് അങ്ങനെ തോന്നിയേക്കണേ, ഞാൻ 20 വർഷമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ബിസിനസ് മാൻ ആയില്ല എന്നുള്ളത് എന്റെ ഒരു ഡ്രോബാക്ക്. അത് ഇങ്ങനത്തെ കുറെ തോട്ട് പ്രോസസ്സുകൾ എപ്പോഴും പോലും ഒരു ഇൻഡിപെൻഡന്റ് ബിസിനസ് മാൻ ആയിട്ട് എസ്റ്റാബ്ലിഷ് 100% റിസ്ക് ഏറ്റെടുത്തിട്ടില്ല. ഒരു പരാജയം. യെസ്, ഒരാള് ചെയ്തു വെച്ചേക്കുന്ന ഒരു നല്ല സംഭവത്തിൽ നമ്മൾ സേഫ് ആ ഒരു സാധനം, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് എനിക്കൊരു കുറവായിട്ട് ഇപ്പൊ തോന്നുന്നു. ഈ അടുത്ത കാലത്ത് തോന്നിയതാണ് റിസ്ക് എടുക്കാത്തത് ലൈഫിൽ. പക്ഷെ നെവർ ടു ലേറ്റ്, ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റൂല. കാരണം നമ്മുടെ ഒരു എനർജിയൊക്കെ കാണുമ്പോ ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഏജ് ഒക്കെ ഒരു ഫാക്ടറാണ്. അതെ, യൂസുഫ് അലിക്ക് 41-ാമത്തെ വയസ്സിലാണ് മൂപ്പറിന്റെ ഇതെല്ലായിട്ട് സെറ്റ് ആയത്. യൂസുഫ് അലിനെയും മറ്റേ KFC-നെയൊക്കെ നമ്മളിങ്ങനെ എടുക്കാം. അതെ, മനസ്സിലിങ്ങനെ കാണാം. അത്ര അത് ചിലപ്പോ നമ്മളെ ഒരു ശരിക്കും പറഞ്ഞ ബിസിനസ് നമ്മുടെ ബ്ലഡിലുള്ളതാണ്. കാരണം ഒരു എംപ്ലോയി ആയിട്ട് ത്രൂ ഔട്ട് പോയ നമ്മളെ ബാക്കി എല്ലാവരും ചെറിയ ചെറിയ ബിസിനസ് ചെയ്തവരാണ് വീട്ടിലെല്ലാവരും. അപ്പോ നമ്മളൊരു പ്രതീക്ഷ ചിലപ്പോ അതിൽ വരും എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു ആഗ്രഹം. അതെ അല്ലേ, അങ്ങനെ സംഭവിക്കട്ടെ ഇൻഷാ അല്ലാഹ്, ആശംസിക്കുന്നു. എല്ലാവരും പറയുന്ന പോലെ ലൈബു നല്ലൊരു ബിസിനസ്മാൻ ആയിട്ട് ഒമാനിൽ തന്നെ ഉണ്ടാവട്ടെ. ഒമാനിൽ തന്നെ അടിപൊളിയായിട്ട് ഒരു ബിസിനസ് സാമ്രാജ്യം പോകാൻ വേണ്ടി എനിക്കും ഒമാനിൽ നിന്ന് പോകാൻ വേണ്ടി തോന്നിയിട്ടില്ല. ഒമാനിൽ എപ്പോഴും ഒരു സെക്കൻഡ് ഹോമിനേക്കാൾ കൂടുതൽ ഒരു ഫസ്റ്റ് ഹോമിന്റെ ഒരു സിമിലർ ഫീൽ തന്നെയാണ് ഒമാൻ എപ്പോഴും തന്നിട്ടുള്ളത്. കാരണം എന്റെ ലൈഫിന്റെ ഒരു 50% മുകളിൽ, അല്ലെങ്കിൽ എന്റെ ഏറ്റവും നല്ല സമയത്തിന്റെ 70% മുകളിൽ നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് UAE റെസിഡൻസ് ഉണ്ട്, പക്ഷെ UAEക്ക് പോകാൻ ഇതുവരെ തോന്നിയില്ല. ഞാൻ ഒമാനിൽ തന്നെ, ഒമാനൊരു സമാധാനമാണ്. ഒമാനെ കുറിച്ചിട്ട് എന്തായാലും നമുക്ക് തിരിച്ചു ഒമാനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ രാവിലെ വരെ പറയാനുണ്ടാവും നമ്മളിപ്പോ തുടങ്ങിയിട്ട്. സോ നമുക്ക് തിരിച്ചു വരാം നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എന്തായിരുന്നല്ലോ. ഇപ്പൊ വന്നത് നമ്മള് ഇവിടേക്ക് എത്തി, ഒമാനിലേക്ക് എത്തി, 20-ാമത്തെ വയസ്സിലെത്തി, 21-ലെത്തി. കറക്റ്റ്. യെസ്, ഞാൻ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടെ നിന്ന് സ്റ്റോർ കീപ്പർ എന്നുള്ള പൊസിഷനിലാണ് ജോയിൻ ചെയ്തത്. ഓക്കെ. ഞാൻ അവിടെ നിന്ന് സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ആ കമ്പനിയിൽ നിന്ന് പോയത്. ഓക്കെ. ഇപ്പോൾ പ്രസന്റ്ലി ഒമാൻ ടെക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യും. ഓ നൈസ്. സെയിൽസ് ആണ് നമ്മുടെ ഒരു കീ. മാർക്കറ്റിംഗ് കൺസൾട്ടൻസി ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് ആയിട്ട്. ഓ നൈസ്. മാർക്കറ്റിംഗ് കൺസൾട്ടൻസി ചെയ്യുന്നുണ്ട്. ഓക്കേ. ഏതൊക്കെ ബ്രാൻഡ്സ്? സോഷ്യൽ മീഡിയയായിട്ട് ഒരു ബന്ധം ഇല്ല. അത് മാർക്കറ്റിംഗ് കൺസൾട്ടൻസി റിവീൽ ചെയ്യുന്നില്ല, പക്ഷേ കാരണം അതൊരു കോൺഫിഡൻഷ്യൽ. കാരണം ആ കമ്പനിയിലുള്ള പലർക്കും അറിയില്ല ഇതൊന്നും ചെയ്യുന്നത്. കാരണം അവരെ നമ്മൾ മോണിറ്റർ ചെയ്തിട്ടിരിക്കും. അത് പറയാൻ ഒരു ഇതുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ അതിൽ സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു ബന്ധമില്ല. ഓൺലി മാർക്കറ്റ് സ്ട്രാറ്റജീസ്, അത് ബിൽഡ് ചെയ്ത് കൊടുക്കുക, ഫീസിബിലിറ്റി സ്റ്റഡീസ്, റൈറ്റ് അങ്ങനത്തെ ഇംപ്ലിമെന്റേഷൻസ് നമ്മൾ
സപ്പോർട്ട് ചെയ്യും. അത് മാത്രമേ ചെയ്തു കൊടുക്കുള്ളൂ. ഓക്കെ. അത് എത്രത്തോളം നിങ്ങൾക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ? ഇപ്പൊ നിങ്ങളുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലേക്ക് എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ നിങ്ങളെ? എങ്ങനെയല്ലേ? നമുക്ക് എല്ലാത്തിലും ഹെൽപ്പാണ് ഈ സോഷ്യൽ മീഡിയ. എന്താണെന്നറിയോ, ഇതൊരു ട്രസ്റ്റാണ്. ഞാൻ പോയിട്ട് എനിക്കൊരു കോൾഡ് വിസിറ്റിന്റെ ആവശ്യമില്ല ഒരു കാര്യത്തിന്. കാരണം പോയി പരിചയപ്പെട്ട് മൂന്നാമത്തെ വിസിറ്റിൽ കാര്യം പറഞ്ഞ് അങ്ങനെ ഒരു കാര്യമില്ല. ഇൻഫർമേഷൻ അവർക്ക് എന്നെ അറിയാം, ഞാൻ ആരാണെന്ന് അറിയാം. അത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും. എനിക്ക് ഭയങ്കര ഈസി അല്ലേ, ആക്സസ് ഭയങ്കര ഈസി ആയിരിക്കും അല്ലേ? ഒറ്റ കോളില് ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അപ്പോയിന്റ്മെന്റ് തരും. വെരി ഈസി, വെരി ഗുഡ്. അവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കൊരു വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, റെസ്പെക്ട് കിട്ടുന്നുണ്ട്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ഓർഡർ ആയാലും പേയ്മെന്റ് ആയാലും കിട്ടാൻ ഈസിയാണ്. സപ്പോർട്ട് ചെയ്യുമല്ലോ, കാരണം അവർക്ക് ഇതിനോട് നോ പറയാൻ ഒരു മടിയുള്ളവർ. അങ്ങനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമുക്കെല്ലാം എല്ലാം നല്ലതാ തന്നിട്ടുള്ളൂ സോഷ്യൽ മീഡിയ. കുറേ ബന്ധങ്ങള്, പരിചയങ്ങള്, അങ്ങനെ ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. നമുക്ക് അതിനകത്ത് ആകെ ഒരു 5% സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അതായത് അത്ര, ബാക്കി 95 പോസിറ്റീവ് അല്ലേ ഈ കാണുന്നതല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നതും അതുകൊണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. നിങ്ങളെ ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചതന്നെ സോഷ്യൽ മീഡിയയിലാണ്. അതിലിട്ടൊരു വോട്ടിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ലൈവ് മുഹമ്മദ് ഇവിടെ ഇരിക്കണേ. അതെ, വെരി ട്രൂ. നിങ്ങളുടെ ഫാമിലി എങ്ങനെയാ? വൈഫ്, 3 കുട്ടികൾ, 3 മക്കൾ. മൂത്തത് മോൻ, 2 പെൺകുട്ടികളാണ്. പിന്നെ ബ്രദർ ഫാമിലി അവർ ഒമാനിലുണ്ട്. സിസ്റ്റർ ഫാമിലി അബുദാബിയിലായിരുന്നു, ഇപ്പൊ നാട്ടിൽ സെറ്റിൽ. ഓക്കെ. പെൺകുട്ടികളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ്. ഐ മീൻ പെൺകുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു. ഞാന് എന്താണെന്നറിയില്ല, എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അനിയനെക്കാട്ടിൽ ഇഷ്ടം പെങ്ങളായിരുന്നു. ഞാൻ തുറന്നു പറയാം. അത് എനിക്ക് എന്തോ ഭയങ്കര, ഞാൻ വീട്ടിലൊക്കെ അങ്ങനെ ചെറുപ്പത്തിൽ പറയുന്ന പറഞ്ഞത്, ആണുമാവ വേണ്ട പെണ്ണുമാവ അങ്ങനെ പറയാം. അങ്ങനെ ഇതാണ്. അപ്പൊ മക്കള് ജനിക്കുന്ന സമയത്തും പിന്നെ ഇതെല്ലാം ഗോഡ് ഗിഫ്റ്റ് പഠിച്ചോണ്ടിരുന്ന. പക്ഷെ പെൺകുട്ടികൾ ഭയങ്കര 2 പെൺകുട്ടികൾ വന്നതിന് ശേഷം ഞാൻ ഭയങ്കര ചാർജ്ഡായി. ഭയങ്കര രസമാണ്. ഞാൻ ഇടക്കിടക്ക് ലീവിന് പോണത് മക്കളെ കാണാൻ വേണ്ടിട്ടാണ്. ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. എനിക്കും ഈ പറഞ്ഞ മാതിരി എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാം ഒരു 90s കിഡ്സിന്റെ ഒരു ഇതാണല്ലോ. നമ്മൾ പഴയതും പുതിയതും കണ്ടുകൊണ്ട് നമ്മുടെ ഉപ്പമാരും എന്ത് ചെയ്തിട്ടുണ്ടോ അതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെല്ലാം ചെയ്യാൻ. സോ അത് കണ്ടിടത്തോളം ആദ്യത്തെ ഒരു ആൺകുട്ടി വരണം, ഇൻ കേസ് സംതിങ് ഹാപ്പൻസ് ടു മീ, ഓൻ ഉണ്ടാവും, ടേക്ക് കെയർ ചെയ്യാൻ ഫാമിലീനെ. ആ ഒരു കോൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കെൻ്റെ മോള് വന്നതിന് ശേഷം, ദദ്ദു വന്നതിന് ശേഷം, ഓളുടെ സ്നേഹം ഇതും കണ്ടതിന് ശേഷം എനിക്ക് ആ തോട്ട് പ്രോസസ് മുഴുവൻ മാറി. ഇനി എനിക്ക് കിട്ടുന്നതും പെൺകുട്ടികളും മതി, 2-3 പെൺകുട്ടികളും മതി. അതിലേക്ക് അത് പണ്ടത്തെ കൺസെപ്റ്റാണ്. എനിക്കൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും. അതായത് എല്ലാവരും പറയും ആദ്യത്തെ ആൺകുട്ടിയാണെങ്കിൽ കുടുംബം നോക്കിക്കോളും. പെൺകുട്ടികൾ നല്ല അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്, പിന്നെ ബോൾഡാണ്, ഡിസിഷൻ മേക്കിംഗ്. അതോടൊപ്പം തന്നെ ആൺകുട്ടികളെക്കാട്ടിലും ഇവര് ഭയങ്കര സ്നേഹമാണ്, അറ്റാച്ച്ഡ്. പ്രത്യേകിച്ച് ഒരു ഫാദറിനൊക്കെ ഒരു നല്ല, ഇപ്പൊ ഞാനും അനിയനുണ്ട്, ഭയങ്കര അറ്റാച്ച്ഡ് ഇവര്. ഞാനും അനിയനുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ ഇവിടെയാണ്, നാട്ടിൽ പെങ്ങളുണ്ട്. എന്റെ വാപ്പാക്ക് കൂടുതൽ കെയർ കിട്ടുന്നത് എന്റെ പെങ്ങളെന്നാണ് ശരിക്കും പറഞ്ഞത്. ഫിനാൻഷ്യലി മാത്രമല്ലല്ലോ കെയർ. അതെ, ഓഫ് കോഴ്സ്. അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുക, അവർക്ക് വേണ്ടി അവിടെ ഇരിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് അറ്റ്ലീസ്റ്റ് സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരാള് വിളിച്ചിട്ട് നമ്മളോട് നമ്മുടെ ഒരു കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതെ, അതേമാതിരി തന്നെയുള്ളതാണല്ലോ ആൺകുട്ടികൾക്ക് ഉമ്മമാരോടുള്ള സ്നേഹം. ഭയങ്കരമാണ്. ഇതിന്റെ ഒരു നേരെ ഓപ്പോസിറ്റ് വേർഷൻ തന്നെയാണ്. ഭയങ്കര ക്ലോസ് ആണ്. റോൾ മോഡൽ ആണെങ്കിലും ഉമ്മാനോട് ഭയങ്കര, ഞാനങ്ങനെ ഒരു പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. ഞാനങ്ങനെ ദേഷ്യപ്പെടാത്ത ഒരാളാണ്. അങ്ങനെ ഉമ്മാനോടൊന്നും അങ്ങനെ ദേഷ്യപ്പെട്ടായിട്ട് അങ്ങനെ ഓർമ്മകളില്ല. അങ്ങനെയല്ല. പൊതുവെ എങ്ങനെ ദേഷ്യം വരുമോ? അങ്ങനെ ആളുകൾ എന്തെങ്കിലും പ്രൊവോക്ഡ് ആയിട്ട് സംസാരിച്ചാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഷോർട്ട് ടെമ്പേർഡ് ആണോ? ഷോർട്ട് ടെമ്പേർഡ്. അതിനാ നമ്മൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ ഒരുപാട്. ഈ പറഞ്ഞ പോലെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പറയില്ല, കത്തിക്കേറിക്കോളാം എന്ന് പറയണ പോലെ. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നമുണ്ടായി. നമ്മളായിട്ട് ഒരാളായിട്ട് ഒരു പ്രശ്നത്തിന് നിൽക്കൂല. പക്ഷെ അങ്ങനെയുള്ള ചില ഫ്രണ്ട്സ് ഒക്കെ നമ്മളെ പല സ്ഥലത്തും കൊണ്ടുവന്ന് ചാടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മളങ്ങനെ കുറച്ചൊക്കെ ശ്രദ്ധിക്കും. ബേസിക് നേച്ചർ പതുക്കെ പുറത്തു വരും. ദേഷ്യം അത് മനസ്സിലാക്കുന്നവരുണ്ട് കേട്ടോ. മനസ്സിലാക്കുന്നവര് ഓക്കെ അയാൾ അങ്ങനെയാണെന്ന് പറഞ്ഞു വിടുന്നവരുണ്ട്. അങ്ങനെ എല്ലാരും ചെയ്യണമെന്നില്ല. കാരണം അത് നമ്മളവരോട് മോശമായിട്ടാണ് ദേഷ്യപ്പെടുമ്പോ പെരുമാറുന്നത്. ചിലവർക്ക് അത് ഇഷ്ടാവില്ല, ചിലവർക്ക് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെ കൂടെ ഇങ്ങനെ നടക്കും. അപ്പൊ അവർക്കത് അറിയാം. പറഞ്ഞത് കഴിഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് എന്താണത് ഇങ്ങനെ ചോദിക്കുമ്പോ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്ന ടോണിൽ എന്നോട് ഒരാൾ ചോദിച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യൂല.
അതൊക്കെ അറിയാം, എന്നാലും കുറെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ കുറെ ദേഷ്യമൊക്കെ കുറഞ്ഞ് ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, വലിയ പ്രശ്നമില്ലാണ്ട് വന്നു. മുമ്പ് ചിരിയൊക്കെ കുറവായിരുന്നു. പഴയ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാല് ഇങ്ങനെ കള്ള പല്ലൊന്നും കാണിക്കാണ്ട് ആ ഒരു ഇതിലുണ്ടായിരുന്നു. അവിടുന്ന് ഇത് മൊത്തമായിട്ട് മാറിയിട്ട് വന്നതാ. ട്രോൾസ് കിട്ടാറുണ്ടോ? ട്രോൾസ് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അത് തീരെ പോയി പറ്റില്ല. ട്രോൾസിന്റെ പേരിലൊക്കെ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ. അടിണ്ടാക്കലുണ്ടോ? അത് ഭയങ്കര ഹേർട്ട് ആവും, ഭയങ്കര ടുള്ളിക്ക് എടുക്കണ, ഭയങ്കര ടുള്ളിക്ക് എടുക്കും. പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്ത് അത് എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞാണ്. മുമ്പ് ഒരു ടിക്ടോക്കില് ഒരാള് ലൈവില് വന്ന് എന്നെ അങ്ങോട്ട് തെറി പറഞ്ഞു. തെറിയോട് തെറിയാണ്. അതിപ്പോ ഞാൻ കണ്ടില്ല, അത് എന്റെ ഒരു ഫ്രണ്ട് ഇത് റെക്കോർഡ് ചെയ്ത് തന്നെ കാണിച്ചത്. ഇത് കണ്ടിട്ട് അങ്ങോട്ട് ഇതായി ഇവനെ പോയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഇയാളൊരു കോഫി ഷോപ്പിലെ ജീവനക്കാരനാണ്. ഞാൻ ആലോചിച്ച് അവിടെ ചെല്ല, ഒരു ചായ മേടിക്കുക, അതാണ് മനസ്സിലുണ്ടായിരുന്നിട്ട്. അറിയിട്ട് ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോ ഒരു ഫ്രണ്ട് വിളിച്ച് അപ്പൊ എന്നോട് എന്ത് പറ്റി? അപ്പൊ ഞാൻ ഇങ്ങനെ വോയിസ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താവാനാണ്? ഞാൻ പറഞ്ഞു ഫിലിം സ്റ്റാർ ആവാനാണ്. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒക്കെ തന്തക്ക് എത്ര ആൾക്കാർ വിളിക്കേണ്ടെന്ന് അറിയാം ഒരു ദിവസം. അപ്പൊ ഇവരെ എല്ലാരെയും ഇയാള് ഡ്രമ്മില് മമ്മൂട്ടി ഒരു ഡ്രമ്മ് ചായ അപ്പൊ ഞാൻ ശരിയാണ്. വെറുതെ അത് ചിലപ്പോ ആ ഒരു കോളില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അത് ചെയ്താനെ. അതോടുകൂടി ഒരു രാജ്യത്തെ നിയമത്തെ ലംഘിക്കല്ലേ, ഇത് എന്ത് വേണേലും പറയാം. മേത്ത് കൈതോടെന്ന് പറഞ്ഞാൽ ഇവിടത്തെ നമ്മുടെ നാട്ടിൽ പിന്നെ പ്രശ്നമില്ല, ജാമ്യം കിട്ടുന്നെങ്കിലും വിചാരിക്കും. ഇവിടെ അത് കിട്ടൂല. റൈറ്റ് ഇല്ല ശരിക്കും. ഒരാളെ പേഴ്സണലിയോ ഫിസിക്കലിയോ ഫിനാൻഷ്യലിയോ ഒന്നും ഒരാളുടെ ജീവിതത്തിൽ ഇടപെടണ്ടെന്ന് ഞാനിപ്പോ വിശ്വസിക്കുകയാണ്. കാരണം അവരങ്ങനെ ജീവിച്ചോട്ടെ, നമ്മളോട് ചെയ്താൽ തന്നെ അതങ്ങനെ വിട്ടുകളയാന്നുള്ളത്. കാരണം ഇതിന്റെ പിന്നാലെ നടന്നാല് നമ്മളുടെ ക്വാളിറ്റി ടൈമാണ് ഈ അനാവശ്യ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പോണത്. പിന്നെ പലരും എങ്ങനെയാ വെച്ചാൽ എല്ലാവരും ഇപ്പൊ ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരാള് മോശം ചെയ്യണം എന്തിനാണ്? നമ്മൾ മോശമാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ ട്രാപ്പ് ആവാൻ വേണ്ടിയിട്ടല്ലേ? നമ്മൾ എന്തിനാ ട്രാപ്പിൽ തലവെച്ച് കൊടുക്കുന്നത്? അതിന്റെ പറഞ്ഞു പോട്ടെ. അപ്പൊ അവരെന്താണോ ഉദ്ദേശിച്ചത്? നമ്മളുടെ ഒരു ക്വാളിറ്റി ടൈം നശിപ്പിക്കുക, നമ്മളുടെ ഒരു ക്യാരക്ടർ നശിപ്പിക്കുക, നമ്മളുടെ ഒരു ഇമേജ് നശിപ്പിക്കുക. അത് നമ്മുടെ ചൂസ് ചെയ്യണം. നമ്മുടെ അറ്റ്മോസ്ഫിയർ നമ്മൾ വൈസായിട്ട് ചൂസ് ചെയ്യണം. അത് ഭയങ്കര നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിലും നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മുടെ കൂടെ നടക്കുന്ന ചങ്ങായിമാർ. ഒരാളെ കുറിച്ചൊരു പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യം സംസാരിക്കാതെ ഒരാൾ ഇങ്ങോട്ട് വരിക, ഡെയിലി വന്നിട്ട് നിങ്ങൾ 4 മണിക്ക് ലൈവ് പോവാ, ചായ കുടിക്കാൻ പോവാ, ചായ കുടിച്ചാൽ നീ അറിഞ്ഞാ മറ്റോനില്ലേ അവനിങ്ങനെ, അവനല്ലെങ്കിൽ അങ്ങനെ തന്നെ അവളില്ലേ, അവൾ അവൻ്റെ കൂടെ പോയത്, ഇവൻ്റെ കൂടെയാണ് പോയത്. ഈ ആളുകളെ മാത്രം കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 ദിവസം കേൾക്കും. നിങ്ങളത് കെയർ ചെയ്യാത്ത ആളാണെങ്കിൽ 14ാമത്തെ ദിവസം ആടാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായടാ, എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കണം. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ വയസ്സായിട്ട് ചിന്തിച്ചിട്ട് അതൊരു ഡിസിഷൻ എടുത്ത് ഇങ്ങനെ നെഗ് പറയണ ഒരാൾ അസ്സലാമു അലൈക്കും വലൈക്കും സലാം കണ്ടോ ആടാ ഓക്കെ ഇപ്പോൾ വരെ എന്നിട്ട് ഒറ്റ കാണുന്ന അങ്ങനെ പോവുകയാണെങ്കിൽ വലിയ പ്രശ്നം. നമ്മൾ ബിസി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ രക്ഷപ്പെടാം. അതെ പ്രശ്നം വെറുതെ ഇരുന്ന ചിന്ത, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അങ്ങനെ വർക്ക് ചെയ്യണത്. നമ്മൾ ചിലപ്പിരിക്കുമ്പോൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് വരുമ്പോഴത്തേക്കും ദൂരം ഉണ്ടാവും, ഇന്നത്തെ ദിവസം അങ്ങനെയെന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും ഒരു സാധനം ലൈക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ജീവിതം ആകെ പ്രശ്നത്തില്ല, നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ശരിയാണല്ലോ ഞാൻ അങ്ങനെ തന്നെയാണല്ലോ, അടുത്തത് സ്വൈപ്പ് ചെയ്തു നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ഒട്ടും വില കൽപ്പിക്കുന്നില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയാവുന്നത്, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് ചേർന്നതല്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പ്രശ്നങ്ങൾ. അത് നിങ്ങൾ വായിച്ച് കോമൺ ആയിട്ട് മനുഷ്യൻ്റെ സ്വഭാവമല്ലോ, ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടും, സന്തോഷം വരുമ്പോൾ ചിരിക്കും. ചില സമയം മൂഡ് ഓഫ് ആകുമ്പോൾ ചില കാര്യങ്ങൾ പരിഗണിക്കാൻ പറ്റില്ല. ഡസ് നോട്ട് മീൻ ആൾ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ഇവർ ഈ ആൽഗോരിതം കണക്ട് ചെയ്ത് വെച്ച് വായിച്ചിട്ട് ഇതിനകത്ത് അഡിക്റ്റഡ് എങ്ങനെ പോയാലും എല്ലാം ഒരു 2-3 hours സ്ക്രീൻ ടൈം യൂസ് ചെയ്യണവരാണ്. സ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളല്ലേ, സോഷ്യൽ മീഡിയ ഉള്ളതല്ലേ, ഞാനും അങ്ങനെ തന്നെ. ഇത് എത്രത്തോളം അതിനോട് അഡിക്റ്റഡ് ആവുന്നു ആൽഗോരിതം അത്രത്തോളം നമ്മൾ വലിച്ചുകൊണ്ടിരിക്കും. എല്ലാം ലിങ്ക്ഡ് ആണല്ലോ ഫോണ്. സോ യൂട്യൂബിൽ കേൾക്കണ പാട്ട് മുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യണ കോട്ട്സ് മുതൽ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ചെയ്യുന്ന ഇത് മുതൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുന്ന റീൽസ് ലൈക്ക് ചെയ്യുന്നത് മുതൽ എല്ലാം കണക്റ്റഡാണ്. നിങ്ങളിനിപ്പോൾ ഒരു ഇതിലല്ലെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നത് നമ്മളതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഒരു വിഷമമില്ലാത്തവന് 2 ദിവസം ഇൻസ്റ്റാഗ്രാമിൽ അധികം ഇരുന്ന എൻ്റെ ജീവിതം മൂഞ്ചി, എൻ്റെ ജീവിതം ഭയങ്കര പ്രശ്നത്തിലാണ് എന്നൊരു ഇതിലേക്ക് വരും. വളരെ ഭയങ്കര ഭയാനകം, ശരിക്കും പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന സംഭവം അത്. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എടുത്തൊരു ഡിസിഷൻ, ഇൻസ്റ്റഗ്രാം എന്നല്ല മൊത്തത്തിൽ ഫോണും, ഞാൻ ഭയങ്കര ഫോണിൽ ഇങ്ങനെ അഡിക്റ്റഡ് അല്ലേ. നമ്മുടെ ഈ ഒരു പരിപാടി സെയിൽസ് ആയാലും സോഷ്യൽ മീഡിയ ഫുൾ ടൈം ഓൺ ആയിരിക്കും, ലൈവ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു 20 ദിവസം നാട്ടിൽ നിന്ന് കുറേ നാൾക്ക് ശേഷം 20 ദിവസം നിന്ന് സ്ക്രീൻ ടൈം 16 മണിക്കൂറൊക്കെ ആയിരുന്നു എൻ്റെ. ഒരു ഡേ 16 മണിക്കൂറോ? അപ്പോൾ സ്ക്രീൻ നോക്കുക പിന്നെ ഉറങ്ങുക, ഇത് മാത്രമേ ഉള്ളൂ? ഉറങ്ങല് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് 1 വീക്കൊക്കെ
ഡെയിലി 3 hour ഒക്കെ ഉറങ്ങിയിട്ടുണ്ട്. 48 hours ഉറങ്ങാതിരുന്നിട്ടുണ്ട്. 16 hours നിന്ന് ഒരു 4 hour 4.5 hour മാറി. നമ്മളെ കൊണ്ട് പറ്റും, എല്ലാം പറ്റും. ഫോൺ യൂസ് ചെയ്യൽ കുറവായിരുന്നു. ആൾക്കാർ എന്നെ കംപ്ലൈന്റ്, നിങ്ങളുടെ വീഡിയോസ് കുറഞ്ഞല്ലോ, സ്റ്റോറീസ് കുറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് പറ്റും, എല്ലാം പറ്റും. തീർച്ചയായിട്ടും. എന്തും എനിക്ക് തോന്നുന്നു ഒരു ഹാബിറ്റ് ആക്കാൻ ഈ പറഞ്ഞ മാതിരി സൈക്കോളജി പറയുന്ന 21 days എന്തെങ്കിലും ചെയ്താൽ പിന്നെ നമ്മുടെ ഹാബിറ്റായിട്ട് മാറുന്ന പറഞ്ഞ മാതിരി നിങ്ങൾ 21 days ട്രൈ ചെയ്തിട്ട് പിന്നെ മാറിയാ? അല്ല, എനിക്കത് ഇവിടെ വന്നിട്ട് നല്ല ഗുണം കിട്ടിയേക്കണത്. എന്റെ കുറച്ച് പേഴ്സണൽ ടൈമിൽ ഉറക്കത്തില് ശരിയായിരുന്നു. ഉറക്കം മസ്റ്റാണ്. സോഷ്യൽ മീഡിയ ഭയങ്കര ഡേഞ്ചർ പരിപാടി. ആരോടാ പറയാ, പക്ഷെ പറഞ്ഞ പോലെ അത് പാർട്ട് ഓഫ് ലൈഫായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് ഇതായിട്ട്. നൈസ്. സോ ഇങ്ങനെ ഈ ബ്ലോഗിങ് ലൈഫിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഫ്ലുവൻസർ ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ ഇതിന്റെ കാര്യം പറഞ്ഞു, എന്താ പറയുക, ട്രോള് ഹേർട്ട് ആവുന്ന കാര്യങ്ങൾ തന്നെ, അതുപോലെ സപ്പോർട്ട് ചെയ്ത ആളുകളെ കുറിച്ചൊന്നും പറയാം. പോസിറ്റീവായിട്ട് പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. കുറച്ച് പേരുടെ പേര് പറയാൻ ആഗ്രഹമുണ്ടോ? പേരെടുത്തിട്ട് പറയണം, തീർച്ചയായിട്ടും പറയണം. കാരണം ഞാനൊരു വീഡിയോഗ്രാഫി എഡിറ്റിംഗിൽ വളരെ മോശമായിട്ടുള്ള ഒരാളാണ്. ഓക്കെ. അപ്പൊ എനിക്കൊരു നല്ല ടീം മസ്റ്റാണ്. ഞാനായിരിക്കുള്ളൂ ചിലപ്പോ സ്റ്റാർട്ടിങ് മുതലേ ഒരു വീഡിയോഗ്രാഫറെ കൊണ്ട് പല സ്ഥലത്തൊക്കെ പോകുമ്പോ എല്ലാരും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോ എല്ലാരും സെൽഫ് വീഡിയോസ് ഒക്കെ എടുക്കും. ഒരു വീഡിയോഗ്രാഫർ ഉണ്ടോ? എനിക്കത് ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ നിൽക്കുന്ന കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആസിഫ് അലി എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഒരു പോയി വരാം എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്റ്റാർട്ടപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോർജിയൊക്കെ നിങ്ങൾ പോയതായാലല്ലേ? ഞാൻ വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ പുള്ളി ആണ് നമ്മുടെ ആദ്യത്തെ വീഡിയോഗ്രാഫർ. അവനെടുത്ത് പറയുകയാണെങ്കിൽ അവൻ ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളെ കൂടെ വരും, വീഡിയോസ് എടുക്കും, എഡിറ്റ് ചെയ്ത് തരും. അത് ഇന്നും ഇപ്പൊ പറയുകയാണെങ്കിൽ എനിക്കൊരു വീഡിയോ എൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ട്, എന്നോട് ഒന്ന് എഡിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചെയ്തു തരും. ഇപ്പൊ അവൻ മുതലാളിയാണ്, പക്ഷെ അതൊന്നും ചെയ്തു തരും. അതൊരു സ്നേഹമാണ്. അതെ, തീർച്ചയായിട്ടും. സോ ആസിഫ് പോയി വരാം ആളാണ് ലൈബുവിന്റെ ഫസ്റ്റ് ആദ്യം മുതൽ ലൈബുവിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ. അങ്ങനത്തെ ചെങ്ങായിമാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടെ പിടിച്ചു വെച്ചാൽ വിടണ്ട. പിന്നെ വേറെ ആരെങ്കിലും? അത് അവന്റെ ക്വാളിറ്റി ആട്ടോ, എന്റെ ക്വാളിറ്റി അല്ല. ഇന്നും അവൻ എന്നോട് കാണിക്കുന്ന ഇഷ്ടം അവന്റെ ക്വാളിറ്റിയാണ്. എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്ര ആത്മാർത്ഥം അവനോട് കാണിച്ചു. പറഞ്ഞ നേരത്തോളം ഷോർട്ട് ടെമ്പേർഡ് ഇതൊക്കെ ആയിട്ടുള്ള ഒരാളായിട്ട് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചെങ്ങായിയാണോ? കാരണം എന്താണെന്ന് മനസ്സിലായ ഒരാൾ. പിന്നെ അടുത്തത് മുഹാസ് ഉണ്ട്. മുഹാസ് 2 സ്റ്റേജ് കവർ ചെയ്തിട്ടുണ്ട്. ബെനിഫിറ്റ് ഇല്ലാണ്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്, ബെനിഫിറ്റോട് കൂടിയും ചെയ്തിട്ടുണ്ട്. അതൊരു ബ്രദറെ പോലെയാണ് മുഹാസ് ടെക്. അപ്പൊ പുള്ളിയുടെ ടെക്നിക്കൽ സ്കില്ലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മളല്ലേ ഒരു വിളിക്കപ്പുറം എന്ന് പറയുമല്ലോ, അപ്പൊ വിളിച്ചാലും വരിക. അപ്പൊ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ പുള്ളി തന്നെ എടുത്തൊരു ഡിസിഷനാണ് ഇനി ബിസിനസ്. കാരണം എന്റെ കൂടെ നടന്നിട്ട് പുള്ളിയുടെ ബിസിനസ് പ്രശ്നമായി വന്നത്. പുള്ളിക്ക് ഓഫ് കോഴ്സ് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ പോലും ഫൈനലി ബിസിനസ് അല്ലേ, അതാണ് പുള്ളിയുടെ കോർ. അപ്പൊ അതിലേക്ക് പുള്ളി തിരിഞ്ഞപ്പോ പുള്ളി പുതിയ ബ്രാഞ്ചുകളൊക്കെ ഇട്ടപ്പോ പുള്ളി അതിലേക്ക് ബിസിയായി. പിന്നെ നമ്മളെ വീഡിയോസ് വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. പക്ഷെ എന്നെ ഒരു വീക്കിലി ഒരു 3-4 പ്രാവശ്യം വിളിക്കുന്ന കോണ്ടാക്ട്, കാര്യങ്ങൾ ചോദിക്കുക, എന്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ ടെക്നിക്കലി ഉള്ള ഡൗട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും തോന്നിയ ഇപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ആയാലും ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ചാർജ് സ്വിച്ച് ഓൺ ചെയ്തില്ല. നമ്മൾ ചോദിക്കുന്ന ഒരു മണ്ടത്തരാണെങ്കിലും അതിന് ചിരിക്കാതെ അതിന് ഉത്തരം പറഞ്ഞു തരും സീരിയസ് ആയിട്ട്. അത് ജെന്യുവൻ ആയിട്ടുള്ള മറ്റേ ആൾക്ക് ഒരു ചിരി വരില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരാളാണ്. പിന്നെ വ്ളോഗിങ്ങിൽ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിസാർക്കായിരുന്നു നമ്മുടെ ലബോറട്ടറി. ഫുഡ് വ്ളോഗിൽ നമ്മൾ കാണുന്നതും കേട്ടതും ഇപ്പൊ ദുബായിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ കിട്ടുന്ന ഫുഡുകളെല്ലാം നമ്മൾ റീക്രിയേറ്റ് ചെയ്തിരുന്നതും നമ്മൾ പറയുന്നതിലും ഭംഗിയായിട്ട് പുള്ളി ഇന്നും പുള്ളിനായിട്ടുള്ളൊരു ബന്ധം വെച്ച് കഴിഞ്ഞാല് എന്റെ 500 ശരിക്കും ആള് ഭയങ്കര ജോളിയാണ്. ഇപ്പൊ എന്റെ ഉമ്മ ചോദിക്കുന്ന പോലെ എല്ലാ ദിവസവും എന്തെങ്കിലും കഴിച്ചോ നീ ചോദിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചോദിക്കുന്ന മനുഷ്യനാ. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ മുമ്മർത്തിങ്ങനെ നിൽക്കും ചിരിച്ചിട്ട് ആളെ ഇപ്പോഴും. അതല്ലാതെ ഇങ്ങനെ മേ ബി എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറച്ച് കണക്റ്റഡ് ആയിട്ട് ആളുകളോടൊക്കെ ഉപ്പര അങ്ങനെ ചോദിക്കുന്നു. അല്ല പുള്ളി അങ്ങനെ അധികം ആൾക്കാരെയൊന്നും കണക്റ്റഡ് അല്ല. അതിന്റെ ഏറ്റവും ഒരു കോമഡി ഉണ്ട്. നമ്മളെല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റിനെയർ പോലെ ചോദിച്ചപ്പോ നിസാർക്കാനോട് ചോദിച്ചു നിസാർക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാണ് ഇവിടുത്തെ ഫ്രണ്ട് ചോദിച്ചപ്പോ പുള്ളി എന്റെ പേര് പറഞ്ഞു. അത് എക്സ്പെക്റ്റഡ് ആണ് പേര് പറഞ്ഞു. അപ്പൊ ചോദിച്ചു അതിന്റെ റീസൺ എന്താണ് പറഞ്ഞു.
പുള്ളി എന്നോട് ഇതുവരെ കടം മേടിച്ചിട്ടില്ല. അതൊരു എനിക്കത് ഭയങ്കര ഞാൻ എന്തായാലും ശരിയല്ല. അപ്പോൾ പുള്ളി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ അധികം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. വെരി ട്രൂ. അത് എന്തിനാണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറച്ച് അത് പൈസൻ്റെ മാത്രമല്ല, വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഒരു നാള് മുന്നേ എൻ്റെ ലൈഫിലുള്ള ഒരു അനുഭവമാണ്. ഒരു നാള് മുന്നേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി ഒരു മരിക്കുമായിരുന്നു. മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിൽ കൂടിയും ആ ഒരു ടൈമിലാണെങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു ഫ്രണ്ട് വന്നിട്ട് വിളിക്കണം, ഓനൊരു ചിരിച്ച് തോൾ കൂടെ കയറ്റി ഒരു ചായ അടിച്ചാൽ മതി. പിന്നെ ഞാൻ ഓനക്ക് വേണ്ടിയിട്ട് നട്ടപ്പാരയ്ക്ക് വിളിച്ചവർ അങ്ങോട്ട് ഇറങ്ങിപ്പോല. അത് എന്താ എൻ്റെ സിറ്റുവേഷൻ എന്താ ഇതാക്കണേ. അത് കാരണം അതിന് തൊട്ട് മുമ്പ് ഞാൻ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്നാകുന്നൊരു മാറ്റം ഞാൻ പെട്ടെന്ന് വന്നിട്ടുണ്ടാകുന്നില്ല. അപ്പം ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ പോകുന്ന ഇതാക്കി കണ്ടിട്ട് എൻ്റെ അടുത്ത് വൈഫിൻ്റെ ഉമ്മ ഒരു വട്ടം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ ഇത് ആളുകൾ എല്ലാവരും ചിരിച്ച് തോൾ കൂടെ കയറ്റുന്നത് ഒരു പക്ഷേ അതവരുടെ പാർട്ട് ഓഫ് ലൈഫായിരുന്നു. ഈ ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവരും കണക്ട് ചെയ്ത് വെച്ചിട്ട് അതവരുടെ പാർട്ട് ഓഫ് ലൈഫാണ്. ഡസ് നോട്ട് മീൻ നിങ്ങളവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിലുള്ള ഇന്നർ സർക്കിളിലുള്ള ബ്രദേഴ്സിനെ പോലെ 1-2 ആൾക്കാരിൽ പെടുന്ന ആളല്ല എന്ന്. അത് ശരിക്കും ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത സംഭവമാണ്. അവിടെ നിന്നാണ് ഞാൻ ശരിക്കും ചിന്തിച്ചു തുടങ്ങിയത്. വല്ലായി എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു പോയിൻ്റ് സംഭവം അതായിരുന്നു. അതൊന്ന് ഞാൻ അങ്ങനെ മാറി ഇരുന്നിട്ട് ചിന്തിച്ച്, തെങ്ങിൻ്റെ ചോട്ടിൽ അല്ല ആപ്പിൾ ചോട്ടിൽ നിന്നിട്ട് ന്യൂട്ടനിൽ നിന്ന് ചിന്തിക്കാനും തെങ്ങിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് ഞാനിരുന്ന് ചിന്തിച്ചിട്ട് എനിക്ക് ശരിക്കും മനസ്സിലായി ശരിയാണല്ലോ. ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ whenever they need me like for something for their own purpose അവർ നമ്മളെ വിളിക്കും ഭയങ്കരമായിരിക്കും തോന്നുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കണക്റ്റഡ് അല്ല. അപ്പോൾ എനിക്കൊരാവശ്യം വന്ന സമയത്ത് അവരുണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് ഞാനിങ്ങനെ ചേഞ്ച് ചിന്തിച്ച് തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അഗെയിൻ ഒരു phase 2 സംഭവത്തിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ ഇത്ര ആളുകൾ മതി. പിന്നെ ആ ഒരു നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളിപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കണം. മെച്യൂരിറ്റി ഹിറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിൽ ഓരോ സ്റ്റേജിലെത്തുമ്പോൾ ഓരോ കൈൻഡ് ഓഫ് മെച്യൂരിറ്റി ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആളുകൾ ശരിക്കും കുറഞ്ഞു വരിക ചെയ്യുക. കറക്റ്റ് അല്ലേ? കുറയുന്നതാണ് നല്ലത്. അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. യെസ്, ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഈ പറഞ്ഞ മാതിരി പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു 5 ആൾ കൂടുതലായിരിക്കും നല്ലത്. റാദർ ദാൻ കുറേ ബാക്കിയുള്ളവരെ കുറിച്ചിട്ടും നെഗ് മാത്രം പറഞ്ഞിട്ടും ബാക്കിയുള്ളവരെ കുറിച്ച് സംസാരിക്കുന്ന ഒരു 10-20 ആൾക്കാരുള്ളതിനേക്കാൾ നല്ല അതായിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ. വെരി ട്രൂ. നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ ആൾക്കാർ 5-6 പേര് സിനിമക്ക് പോകും. അതെ, എനിക്ക് ചിരിയാ വരിക. സിനിമ കാണാൻ ആള് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിൽ 80s 20s നമ്മളെല്ലാം തോൾ കൂടെ കയറ്റി എല്ലാവരും കൂടി ചെന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കളിയാക്കി ഇതാക്കിയിട്ടുള്ള ഒരു വൈബായിരിക്കും. എന്ത് എൻജോയ് ചെയ്തെന്ന് എൻ്റെ ഒരു ഇതില് നിങ്ങൾക്കൊരു സിനിമ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പോകണം. കാരണം സ്ക്രീനും നിങ്ങൾ മതി. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അത് കിട്ടി. നിങ്ങൾക്ക് നല്ലൊരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സിനിമക്ക് പോരുത്, അയാളെ ഇത് സംസാരിക്കാം. അതും ഒരു വാലിഡ് പോയിന്റ് ആണ്. അല്ല ശരിക്കും പറഞ്ഞാൽ അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് പടത്തിന് നോക്ക്, ഒറ്റയ്ക്ക് പടത്തിന് പോവും, ഒറ്റയ്ക്ക് കോഫി ഷോപ്പിൽ പോയിരുന്ന് കോഫി കുടിക്കും, ഒറ്റയ്ക്ക് കുറവാണ്. ഞാൻ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു പേഴ്സൺ അതൊന്നുമില്ല എനിക്ക്. പക്ഷെ എല്ലാം ഒറ്റയ്ക്ക് ഞാൻ ഇഷ്ടമാണ്. ഒറ്റക്ക് അത് എൻജോയ് ചെയ്യും. ഒറ്റയ്ക്ക് ഇരിക്കും. നമ്മൾ ഈ കൊറോണ ടൈമില് ഒരു 6 months നമുക്കിങ്ങനെ വീട്ടിലിരുത്തി സാലറി തന്നു ശരിക്കും ഞങ്ങളുടെ ഓണർ. ഓക്കെ, ആ സമയത്ത് എല്ലാവരും എന്ത് ചെയ്യുന്ന എനിക്കൊന്നും തോന്നിയില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കും, നമ്മൾ കുക്ക് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ടി വി കാണും, ഉറങ്ങുന്നു. നമ്മൾ കുക്ക് ചെയ്യും, ഭക്ഷണം കഴിക്കും, ടി വി കാണും, ഉറങ്ങും. ഇതിലൊരാളുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രേ ചെയ്തോളൂ. കൊറോണയും എനിക്ക് ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച ഒരു സംഭവമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നിസാർ ഖാനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിസാർ ഖാൻ പിന്നെ വേറെ എന്തൊക്കെ നിങ്ങൾക്ക് എന്താണ് നിസാർ ഖാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ? നിസാർ ഖാൻ വെൽ വിഷറാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വെൽ വിഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്ഡാണ് പുള്ളി. ഒരു പക്ഷേ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓ, അതൊരു ശരിക്കും നല്ലതല്ലേ? ആ ഒരു കോൺഫിഡൻസ് ലെവലുള്ള അങ്ങനെ ഒരു ഫ്രണ്ട് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പീക്കായിരിക്കും. നമ്മൾ എത്ര ഡള്ളായിരിക്കുന്ന സമയത്തും ഇയാളുടെ അടുത്ത് പോയാൽ മതി. ബി ലൈക്ക് നിസാർ ഖാൻ എന്ന് വെച്ചിട്ട് വെറുതെ പൊക്കല്ല. പുള്ളി നമ്മളെ ഒരു കംഫർട്ട് സോണിൽ ഇരുത്തും. നമ്മളെന്താണോ അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പുള്ളിനോട് പറഞ്ഞാൽ പോലും അത് നമ്മളോട് ഷെയർ ചെയ്യില്ല. ഓ, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നല്ല ക്യാരക്ടറാണല്ലോ. ഞാൻ പറയില്ലേ, എന്നേറ്റ് ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ വളരെ നല്ലൊരാ. നമ്മള് മോശമാണ്. കാരണം ഈ മോശം എന്നെ ഇത്രയും കാലം കൊണ്ട് കിടന്നില്ലേ. അപ്പൊ നല്ല ക്യാരക്ടറാണ് ഇവരെല്ലാരും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇതാണ് ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞുള്ളൊരു സർക്കിൾ എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ ഓഫ് കോഴ്സ് എന്റെ ബ്രദർ ഇവിടെ ഉണ്ട്. ഡെയിലി വിളിച്ചിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യും. ഭയങ്കര അറ്റാച്ച്ഡാണ്. കാരണം നമ്മളെ ചെറുപ്പത്തിലേ ഉള്ള നമ്മൾ 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. വാപ്പാനോട്, അനിയനോട് ഒക്കെ, വൈഫിനോട് ഒക്കെ ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറയും. ഓരോരുത്തർക്കും ഓരോ സെക്ടറാണ് പറയുന്നത്. തീർച്ചയായിട്ടും.
പിന്നെ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്തത്, നമുക്കൊരു ബ്രാൻഡ് എൻട്രി തന്നത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് ഇവിടെ, നൂർ ഗസൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്. നൂർ ഗസൽ സ്പൈസസിന്റെ സ്പൈസസിന്റെ ഷായി നൂർ ഗസൽ. അപ്പൊ നൂർ ഗസലില് ഹസ്ലിൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ഡയറക്ടർ അതിന്റെ ഹെഡ്. ഞങ്ങള് കോളേജ് മേറ്റ്സ് ആണ്. അപ്പൊ പുള്ളിയുടെ ബ്രാൻഡ് ആ സമയത്ത് ഈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് പുള്ളി എന്നെ കൊണ്ട് നെസ്റ്റോലും ലുലുലും വീഡിയോ വെച്ച്. അന്ന് നെസ്റ്റോലും ലുലുലും ഒന്നും അത്ര ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് ആഡൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു ബ്ലോഗിങ് ഇല്ല, ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അതിനൊരു പോപ്പുലർ ആക്കിയതിൽ നമ്മളുടെ ഒരു പങ്ക്. ആ സമയത്ത് നമുക്കൊരു സ്റ്റേജ് ചേഞ്ച് ചെയ്തത്, നമുക്ക് എപ്പോഴും ഒരു ട്രാൻസിഷൻ വേണം. അതെ, ഒരു പടിയിലേക്ക് കയറുമ്പോൾ എല്ലാത്തിനും ട്രാൻസ്ഫർ ഉണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് ആയിരിക്കും, നമ്മുടെ മാനറിസം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ കാറെങ്കിലും ആയിരിക്കും. അത് സംതിങ് വുഡ് ഹാപ്പൻ. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ മാതിരി ആ ഒരു ട്രാൻസിഷൻ നടക്കുള്ളൂ. ശരിക്കും അങ്ങനെ ഒരു ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സ്റ്റെപ്പാണ് എടുത്തത്. കാരണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഇൻഫ്ലുവൻസർ സ്റ്റേജിലേക്കൊക്കെ കിടക്കാനായിട്ട് ആ വീഡിയോസ് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അത് അവനെടുത്ത റിസ്ക് ആണ്. അവന്റെ സ്വന്തം ബ്രാൻഡ് അന്നത്ര വലിയ പോപ്പുലർ അല്ലാത്ത എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിച്ച് വിത്ത് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ പേര് പറഞ്ഞത്? ഹസ്ലിൻ. അങ്ങനെ നല്ലൊരു എൻട്രി കൊടുത്തിട്ട് ഇങ്ങനെ ചെങ്ങായിമാരെ സപ്പോർട്ട് ചെയ്യണ നിങ്ങൾ നല്ലൊരു മനുഷ്യനായി. ഇനി അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പോട്ടെ. ലൈബുവിനെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴും നമ്മളെ പല ആൾക്കാരും വന്ന് ഇതാക്കുമ്പോഴും ഞാൻ വളരെ നമ്മളറിയാവുന്നവർ തന്നെ വളരെ നമ്മളുടെ ഒരു പോപ്പുലാരിറ്റിയുടെ പീക്കിലെത്തിയപ്പോൾ നമ്മളെടുത്ത് വരുന്നുണ്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാനും അതിനൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് നമ്മളൊന്നും അല്ലാത്തപ്പോ നമ്മളെ കൊണ്ട് ചെയ്യിച്ചാൽ അവരെ ഒരിക്കലും മറക്കരുത്. നമ്മൾ ഒന്നും അല്ലാത്ത സമയത്ത് നമുക്കൊരു ചായ മേടിച്ചെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ മറക്കരുത്. പിന്നെ നമ്മളുടെ ഒരു എന്തെങ്കിലും ഒരു ഒപ്പീനിയൻസോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കാൻ പറ്റിയ ഒരാള്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാനൊക്കെ പറ്റിയ ഒരാളാണ്. കാരണം പല ആൾക്കാരും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ളതുകൊണ്ട് നമ്മളൊരു സൂപ്പർമാനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ. നമ്മളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇപ്പൊ ഞാനൊരു സങ്കടം പറഞ്ഞു കഴിഞ്ഞാല് നിസാർക്ക് ചിലപ്പോ അവിടെ തലറങ്ങി വീഴും. കാരണം ലൈബുല് സങ്കടം പുള്ളി അങ്ങനെയാണ് നമ്മളൊക്കെ അങ്ങനെ കാണുന്നവരുടെ ഇടയിൽ നമ്മളൊരു കോളേജ് മുതൽ കാണുന്നുണ്ട് നമ്മൾ എന്താണെന്ന് അറിയുന്ന ഒരാളോട് നമുക്ക് ഷെയർ ചെയ്യാൻ ഈസി ആയിരിക്കും. നമുക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു ഇത് കിട്ടുക. നമുക്ക് എപ്പോഴും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് വേണം. അവരോട് നമുക്ക് നമ്മളൊന്നും അല്ലാത്തപ്പോ നമ്മളെ കണ്ടവരാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്, നല്ല ഫ്രണ്ടാണ്. നമുക്ക് ആ ഒരു ബന്ധം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലിമിറ്റ്സ് കീപ്പ് ചെയ്യുന്നോണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ട്. കാരണം മിസ്യൂസ് ചെയ്യുന്നില്ല ഒരു കാര്യത്തിൽ. ഇപ്പൊ ഞാൻ ഒരിക്കൽ പോലും വിളിച്ചിട്ട് എനിക്കൊരു വീഡിയോ വേണമെന്ന് അവനോട് പറയില്ല. അവൻ എന്നെ വിളിച്ചിട്ട് പറയില്ല എനിക്ക് വേണ്ടി ഒരു വീഡിയോ വെറുതെ ചെയ്ത് തരണോട്ടോ എന്ന് അവനും പറയില്ല. അവിടെ തീർന്നു. ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടുള്ള ഹസ്ലിന്റെ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ നൈറ്റ് ഇങ്ങനെ സംസാരിക്കുമ്പോ ഞാനിങ്ങനെ വീട് പണിയണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോ എന്നോട് പറഞ്ഞ് സ്ഥലമുണ്ട്. സ്ഥലമുണ്ട്, വീട് പണിയണം. എന്നോട് പറഞ്ഞു ആദ്യം നീ ഒരു ലോഡ് കല്ലും ഒരു ലോഡ് മണ്ണും ഇറക്കും. ശരി, അല്ലാണ്ട് വീട് പണിയണം എന്നിങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു പൈസ, ഞാൻ പറഞ്ഞു വീട് പണിയാൻ പൈസ വേണ്ട. ഞാൻ പറഞ്ഞു വീട് പണിയാൻ പൈസ വേണം, പക്ഷെ ഒരു ലോഡ് കല്ലും ഒരു ലോഡ് മണ്ണും ഇറക്കാൻ എല്ലാവരും അതൊരു സ്റ്റാർട്ടാണ്. ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ ലോഡ് വരും. അതെല്ലാ കാര്യം അങ്ങനെ തന്നെ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ സാധനം. അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ നിന്നാണ്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുമ്പോ ആ വീട് പണി അത് കംപ്ലീറ്റ് ചെയ്തത് തുടങ്ങിയോണ്ടാണല്ലോ. തുടക്കം അതില്. അപ്പൊ അങ്ങനെ ചില ആൾക്കാരേന്ന് അതിനിപ്പോ ഒരു കാര്യം കൂടി പറയാം. ചില ഉപദേശങ്ങൾ നമുക്ക് ചിലവര് നൽകും. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ആ ആളെപ്പോഴും നമ്മുടെ മുകളിലുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ ഇവനെങ്ങാനും നന്നാവോ ചിന്ത പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ മുകളിലുള്ള ഒരാള് അവര് കുറച്ചും കൂടി ജെന്യുവിനായിട്ട് നമ്മളോട് നല്ല ഉപദേശങ്ങൾ തരുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവരുടെ ചിന്തയും ഉയർന്ന രീതിയിലായിരിക്കും. ഒരു വലിയ ബിസിനസ്മാനെ സംബന്ധിച്ചിട്ട് അവരുടേതായ ഒരു സാമ്രാജ്യം ലീഡ് ചെയ്യുന്നതല്ലേ. അപ്പൊ അവരുടെ മനസ്സും ചിന്തകളൊക്കെ നമ്മളെക്കാട്ടിലും വലുതായിരിക്കും. ഞാൻ എന്നെ മാത്രം അല്ലെങ്കിൽ എന്റെ ഫാമിലിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരു ബിസിനസ്മാൻ ഒരു 100 എംപ്ലോയിനെ ഡയറക്റ്റ് ആയും അവരുടെ ഫാമിലിനെയും അവരുടെ ഡിപ്പെൻഡന്റിനെയും ഇൻഡയറക്റ്റ് ആയിട്ടും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ മെച്യൂർഡ് ഡിസിഷൻസും കിട്ടുമായിരിക്കും. എപ്പോഴും പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ചില ഫ്രണ്ട്സ് നമുക്ക് ഗുണമുണ്ടാവുന്നത്. പക്ഷേ ഈ ബിസിനസ്, സോറി ടു ഇന്ററപ്റ്റ്, ഈ ബിസിനസ് ലൈഫിൽ സക്സസ് ആയ എല്ലാവരും ഇപ്പൊ പേഴ്സണൽ ലൈഫിൽ സക്സസ് ആയിക്കൊള്ളൊന്നില്ലല്ലോ. ഇല്ല, രണ്ടും രണ്ടാണ്. പക്ഷേ അവർക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും. ട്രൂ.
അത് ശരിയായിട്ട് എടുക്കണോ വേണ്ടെന്നുള്ളത് നമ്മുടെ ക്ലിയർ ആണെങ്കിലും ഇവർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതെ 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 നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇല്ല അതില്ല. അതാണ് ബിസിനസ്മാന്റെ പ്രത്യേകത. അവർ അറ്റംപ്റ്റ് ലെവൽ ഭയങ്കര ഹൈ. അതുപോലെ അവരുടെ ആ ഒരു കറേജ് ഉണ്ടല്ലോ, അതിലിതായാലും അടിച്ചാലും ഞാൻ അതിൽ തോൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും അടുത്തത് ഇറക്കും. അങ്ങനെ അവർ കട്ടയ്ക്ക് അടിച്ചു നിൽക്കുന്ന ടീം. നമ്മള് മന്തിലെ സാലറി മേടിച്ച് സേവ്സ് അടുത്ത സാലറിക്കുള്ളിൽ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അടുത്ത മന്തിൽ നമുക്ക് സാലറി കൊടുക്കുന്നതിനോടൊപ്പം പ്രോഫിറ്റും കൂടി ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ഇറ്റ്സ് നോട്ട് ഈസി. വെരി ഹാർഡ്. ഞാൻ എപ്പോഴും റെസ്പെക്ട്, ഭയങ്കര കറേജ് വേണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും ഫെയിലായി നിൽക്കുന്ന ഒരു സ്ഥലം അവിടെയാണ്. ഇതിങ്ങനെ പുൾ ബാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചങ്ങായി ഉള്ളപ്പോൾ തീർച്ചയായിട്ടും മോൻ്റെ അടുത്ത് ഒരു അഡ്വൈസ് എടുത്തിട്ട് നിങ്ങൾ ഇറങ്ങുകയാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ അഡ്വൈസ് ഓഫ്കോഴ്സ് എന്തായാലും നല്ലത് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മണലും മെറ്റലടിച്ച പോലെ ഒരു റൂം എടുത്തിട്ട് സംതിങ് ടു സ്റ്റാർട്ട് വിത്ത്. നല്ല ഇതൊരു കറക്റ്റ് തന്നെയാണ് പറഞ്ഞത്. സെറ്റ് ആവട്ടെ ബിസിനസ്. നേരത്തെ ആശംസിച്ച പോലെ ബിസിനസ് എല്ലാം തുടങ്ങി ഇതാവട്ടെ. എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു ആഗ്രഹങ്ങളിലൊന്നാണ്, നമ്മൾ ഈ ബ്രാൻഡിങ് ഇഷ്ടമുള്ള ആളല്ലേ. ഓക്കെ. അപ്പൊ എൻ്റെ ബ്രാൻഡിലെ ഒരു പ്രൊഡക്റ്റ്, അതും എൻ്റെ കാലശേഷവും നിലനിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ്. നല്ല തോട്ട് പ്രോസസ് ആണ്. ബ്രാൻഡ് നമ്മള് നല്ല നല്ല ബിസിനസ്സുകാരുണ്ട് ഇവിടെ. പക്ഷെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാണ്ട്, ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത്, ഒരുപാട് ആൾക്കാരുണ്ട് ബ്രാൻഡ് ഇല്ലാണ്ട്. അത് അവരുടെ കാലശേഷം തീരും. കുന്നംകുളത്തെ ഒരു കൃഷ്ണൻകുട്ടി ചേട്ടൻ ഒരു കടയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റിനേക്കാളും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ആ കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെ കാലം ആ ബന്ധം തീരും ആളുടെ കാലശേഷം. അതിപ്പോ പോയി മോൻ അത്ര ശരിയല്ല. പക്ഷെ ഇപ്പൊ ലുലു, നെസ്റ്റോ എന്നൊക്കെ പറയണത് അത് ആരുണ്ടാക്കിയോ ഇനി അവരുടെ ആവശ്യം പോലും ഇല്ല. അതെ അതെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ 100 ഗസലിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ ആ ബ്രാൻഡ് അങ്ങനെ. വെരി ട്രൂ. വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നമ്മുടേതായ കുറെ ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു സോഷ്യൽ മീഡിയ അവാർഡ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവാർഡ് നടത്തിയപ്പോൾ അഫ്കോഴ്സ് ഒരു സ്പോൺസർ വേണം. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു നിയാസ് എന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് കാർഗോ നിയാസ് പ്രോ, പുള്ളി ഒരു ബ്രദർലി ഫീൽ ഉള്ള ഒരാളാണ്. അപ്പൊ പുള്ളി നമുക്കന്ന്, ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് എന്നെ പോലെ ഒരു മൈക്രോ, ഇന്ന് വലിയ ഇൻഫ്ലുവൻസർ എന്നല്ല പറയണത്, അന്നത്തെ ഒരു അവാർഡ് ഷോക്ക് വേണ്ടി നിയർ ബൈ ഒരു 4,000 റിയാൽ പുള്ളി സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ആ വെന്യൂസ് മോളിലാണ് അതിന്റെ ഇവന്റ് ചെയ്തത്. അന്ന് ടിക്ടോക്ക് ആയിരുന്നു. ടിക്ടോക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു 99% ടിക്ടോക്കേഴ്സ് അന്ന് അവിടെ വന്ന്, അങ്ങനെ ഒരു വലിയ ഷിയാസ് കരീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ആക്ടർ, ബിഗ് ബോസ് ഫെയിം, പുള്ളിയാണ് വന്നത് ഗസ്റ്റ് ആയിട്ട്. ഒരുപാട് ലാംഗ്വേജ് ബാരിയർ ഇല്ലാണ്ട് ഒരുപാട് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും വന്ന് ഭയങ്കര ഒരു കളർഫുൾ ഇവന്റ് ആയിരുന്നു. അപ്പൊ അത് നടത്തിയപ്പോൾ നമ്മളെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ബൂസ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ എന്തും ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് റെക്കഗ്നൈസേഷനും റീച്ചൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പൊ പുള്ളിക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളുപരി പുള്ളി നമ്മളെ കൂടെ അങ്ങനെ നിന്ന് അത് എപ്പോഴും ഞാനത് ഓർക്കുന്ന ഒരു കാര്യമാണ്. പുള്ളിയുടെ ഒരു കുറെ ബ്രാൻഡുകൾ കാര്യങ്ങളൊന്നും അതിന്റെ കാര്യമില്ല. നമ്മൾ എന്ന് മറക്കുന്ന നമ്മളെ അത് മറക്കരുത്. അത് നമ്മളെ പുള്ളിയുടെ കുറെ ബ്രാൻഡുകളിലൂടെ നമ്മളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് പുള്ളിയുടെ ബ്രാൻഡിലൊക്കെ. ഏത് ബ്രാൻഡായിരുന്നു? യുണൈറ്റഡ് കാർഗോ. ഒരു പെട്ടി പിടിച്ചിരിക്കണ ആ പെട്ടി പിടിച്ചത് അതൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നമുക്കൊരു ഇവിടുത്തെ ഒരു രാജ്യത്തിന്റെ റൂളും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളൊരു, അങ്ങനെ എനിക്കൊരു ടെക്നിക്കൽ അഡ്വൈസർ കൂടിയുണ്ട്. പുള്ളിയാണ് നമുക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്നത്. എന്ത് ഗവൺമെന്റ് റിലേറ്റഡോ എന്താണെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ സിമ്പിളായിട്ട് പുള്ളി നമുക്ക് ചെയ്തുതരും. അത് അൽ അൻസാരി ടൂർസ് ആൻഡ് ട്രാവൽസ്, അൻസാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രദറെ പോലെയാണ്. പുള്ളി നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും പുള്ളി റെഡിയാണ്. നമ്മളൊന്നും ചോദിക്കാത്ത പ്രശ്നമുള്ളൂ. അങ്ങനെ ഇവരൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇവരോടൊന്നും ചോദിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിസാർ ഖാനോട് ഞാൻ നാളെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് 3 മാസം സാലറി പെൻഡിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ നിസാർ ഖാൻ എന്നോട് ഒരു വാക്ക് പറയണ്ടേ? ഞാൻ പറഞ്ഞു അത് അന്ന് പറയുമ്പോ വ്യത്യാസമുണ്ട്. ഈ പ്രോബ്ലംസ് സോൾവ് ആയിട്ട് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ വലിയ കലാപല്ലേ, സർവൈവ് ചെയ്ത് വന്നതാണ് പറയാൻ പറ്റും. എനിക്ക് റെസ്പെക്ട് ആണ് വലുത്. ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ അതിനുശേഷം ഞാൻ അതിന് സർവൈവ് ചെയ്തിട്ട് എനിക്ക് അതൊരാളോട് പറയുമ്പോ അതൊരു പ്രൗഡ്ലി ഇത് നമ്മളൊരു വേറെ ബോഡി ലാംഗ്വേജ് പ്രശ്നത്തിലാണ് ആകെയുള്ള സാധനം. അപ്പൊ അതുപോലെയാണ് അൻസാരി. നമുക്ക് അതുപോലെ ഒരു ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ ഇടക്കൊക്കെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ചോദിക്കും എന്തൊക്കെ വേണം, എന്താണ് ഉഷാറല്ലേ എന്നൊക്കെ. അങ്ങനെ
അങ്ങനെ ഒരാൾ വിളിച്ച് ചോദിക്കാന്ന് ഞാൻ പറഞ്ഞില്ല. ഓ അത് വലിയ കാര്യമേ, അത് വലിയ കാര്യം. ശരി, ഇവരൊക്കെ നല്ല പൊസിഷനിലുള്ളവരാണ് കേട്ടോ. ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർക്ക് എന്നോട് ഒരു അസൂയ തോന്നേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, അത് അങ്ങനെയുള്ളവരെന്നാ ഈ അസൂയ എന്ന് പറഞ്ഞ സംഭവം വന്നു കഴിഞ്ഞാൽ പ്രശ്നം. നമ്മളെക്കാട്ടിലും വളരുമോ അല്ലെങ്കിൽ അങ്ങനെയോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാർ പ്രശ്നമാണ്. ഇവര് ആ ഒരു നമ്മളൊരു സ്റ്റാർട്ടിങ് മുതൽ നമ്മളെ കൂടെ ഇങ്ങനെയുള്ള ഒരു ഇതാണ്. അതുപോലെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറെ മീഡിയ കമ്പനികളും വീഡിയോഗ്രാഫേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ടെക്നിക്കലി ഒരു വലിയൊരു സ്കില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഇവര് ഞാൻ പറയുന്ന കാര്യം എനിക്ക് വൃത്തിയായിട്ട് ചെയ്തു തരുന്നത് വലിയ കാര്യം. അത് എന്നെ സഹിച്ചുകൊണ്ട് ചെയ്തു തരുന്നത്. അങ്ങനെ നമ്മൾ പറയുന്ന വെച്ചാൽ R4U മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു മീഡിയ കമ്പനി, നമ്മുടെ മുഹമ്മദ് റിയാസ് അവര് പിന്നെ അവരൊരു ടീം നല്ല നമ്മളൊരു വീഡിയോ വേറെ ലെവലിലേക്ക് എത്തിച്ച ഒരു ടീമാണ്. പിന്നെ മനീഷ് സ്റ്റുഡിയോ, നമുക്കറിയാം, അജാസ് വീഡിയോഗ്രാഫി, സുൽത്താൻ, അങ്ങനെ പേര് മിസ്സായാലും മാത്രമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ നമുക്കിങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല രസകരമായിട്ട് വീഡിയോയും കണ്ടന്റും ഒക്കെ ചെയ്തു തന്നിരുന്ന ഒരാളാണ് പാച്ചി. ഭയങ്കര അവരൊക്കെ നമ്മള് വിളിച്ചാലപ്പോ വരും. അത് എന്തിനാണെന്നൊന്നും ചോദിക്കുന്നില്ല. ഇവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും അതൊക്കെ പിന്നെ കൊടുക്കുന്നല്ലേ. എനിക്ക് എത്ര തരുമെന്നോ അങ്ങനെ അങ്ങനെ ചോദിക്കില്ല. ഇവരാരും ചോദിക്കില്ല. ഇന്ന സ്ഥലത്ത് നമുക്ക് പോണം ഓക്കെ പോവാം. അങ്ങനെയാണ് വീഡിയോ ചെയ്യുമ്പോ നമുക്ക് ഇതിൽ റോൾ ഉണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വന്ന് ചെയ്യുന്നവരുണ്ട്. പിന്നെ അങ്ങനെ നമ്മളൊരു ഇപ്പൊ റഷ് മീഡിയ നമ്മളൊരു കോറായിട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ് റാഷി. അവര് ഈ പറഞ്ഞ സാർക്ക് പോലെ തന്നെ നമ്മളെ കൂടെ എപ്പോഴും ഉള്ളതാണ്. വൈകിട്ടിരുന്ന് സംസാരിക്കുന്ന കഥ പറയുന്ന ഒരാൾക്കാർ. അങ്ങനെ പേര് പറയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരെയും പേര് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അതെ, തീർച്ചയായിട്ടും. സോ മൂവിങ് ഫോർവേഡ്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു, ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞു, സപ്പോർട്ട് പറഞ്ഞു, അതുപോലെ തന്നെ വന്ന ട്രോൾസുകൾ നെഗറ്റീവ് പോസിറ്റീവ് ഇതെല്ലാം പറഞ്ഞു. സോ നിങ്ങളുടെ ഹോബീസ് എന്താ ശരിക്കും ലൈഫിൽ? ഹോബീസ് ഫുഡ് കഴിക്കുക. നമ്മളൊരു പക്കമല്ലു എന്തായിരിക്കും, ഉറങ്ങുക, ഫുഡ് കഴിക്കുക, സിനിമ കാണുക. ഞാൻ കുറച്ചും കൂടി ഒരു ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന ഞാൻ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് ആലോചിച്ച് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ഞാൻ ലാൻഡ്സ്കേപ്പിലൂടെ ഓടുന്ന മോഹൻലാൽ എന്റെ മനസ്സിൽ ഇപ്പോഴും സത്യം, എന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ എപ്പോഴും വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈ ഫിലിമിന്റെ ചില ആൾക്കാർ പണ്ടത്തെ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് മനസ്സിലാവുള്ളൂ അത് ഏത് സിനിമ ഏതാണെന്നുള്ളത്. അപ്പൊ എന്റെ ചില ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ മമ്മൂട്ടി ഇങ്ങനെ സൺഗ്ലാസ് വെക്കുന്ന പോലെ, അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ സൺഗ്ലാസ് ഇങ്ങനെ യൂസ് ചെയ്യുന്ന അതൊക്കെ ഒരു ഇതാണ്. അങ്ങനെ ചില നമ്മുടേതായ ഇഷ്ടങ്ങൾ, ഇപ്പൊ വാച്ചസ് അങ്ങനത്തെ ചില ഇഷ്ടങ്ങളുണ്ട്. ഫുഡിന് പുറമെ വാച്ചസ് ഉണ്ടോ? ഭയങ്കര കളക്ഷൻ ഉണ്ടോ? കുറെ ഒന്നുമല്ല, എന്നാലും ഉണ്ട്. ഞാനും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വാച്ചസിന്റെ കാര്യത്തിൽ. വാച്ചസ് ഇഷ്ടമാണ്, സൺഗ്ലാസും ഉണ്ട്. പക്ഷെ ഞാൻ കോമൺലി ഞാൻ ഈ കുറച്ചൊരു എന്താ പറയണത്, എനിക്ക് ലക്ക് ഫാക്ടർ ഒക്കെ ഉണ്ട്. അങ്ങനെ ചിന്തിക്കും ഞാൻ ചില കാര്യങ്ങൾ. കോൺഫിഡൻസ് ലെവൽ കൂടുതലാണ്. ചില ഷർട്ട്, ചില ഗ്ലാസ്, ചില ഷൂ, ചില വാച്ച് ഒക്കെ. അപ്പൊ അതുകൊണ്ട് അത് കൂടുതൽ യൂസ് ചെയ്യും. ചിലപ്പോൾ അതായിരിക്കും കൂടുതൽ കാണാൻ. പലർക്കും മോതിരൊക്കെ പോലുള്ള സംഭവങ്ങളാണ്. മോതിരം ഇപ്പൊ ഇതൊക്കെ റിംഗ് വാച്ച്. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് ബ്രാൻഡിന്റെ വാച്ച്? ഇത് കാസിയോടെ. വാച്ചസ് കൂടുതലും കാസിയോ തന്നെയാണോ? കാസിയോണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് കാസിയോ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എന്റെയിലും കാസിയോന്റെ വാച്ചാണ് ഇത്. പക്ഷേ ഇതൊരു സ്മാർട്ട് വാച്ചാണ്. ഇത് കോസ്പെറ്റ് എന്നാണ് ഇതിന്റെ ബ്രാൻഡ്. കോസ്പെറ്റ് ഇതൊരു US ബ്രാൻഡാണ്. ഇതും ഇവിടെ സാർക്കോണ് ചെയ്യുന്നത്. അപ്പൊ ഞാന് വെയർ ഹൗസ് സെയിലിലൊക്കെ പോകുമല്ലോ, സാർക്കോടൊക്കെ വെയർ ഹൗസ് സെയിലിനൊക്കെ പോകുമ്പോ ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് വരുന്നുണ്ട്. കാസിയോന്റെ വാച്ചസ് ഏതൊക്കെ സീരീസ് ഉണ്ട്? ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയില്ല. കാരണം ഞാനും കാസിയോന് കെട്ടിട്ട് വന്നത്. ഇത് സോളർ പവർ ആക്ച്വലി. കാസിയോന്റെ ഓട്ടോമാറ്റിക് വാച്ചസ് ഉണ്ട്. കാസിയോന്റെ ഓട്ടോമാറ്റിക് വാച്ചസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് വൺ. നല്ല രസം. അത് ഭയങ്കര തരംഗം ഉണ്ടാക്കിയിട്ടുള്ള വാച്ചസ് അല്ലേ G-Shock ശരിക്കും അല്ലേ? അപ്പൊ അത് നമ്മളൊരു ആണിനെ സംബന്ധിച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാവുന്ന ഒരു ഗാഡ്ജറ്റ്സ്, വാച്ച്, സൺഗ്ലാസ് തീർച്ചയായിട്ടും. അപ്പൊ വാച്ച് എപ്പോഴും ഒരാളുടെ ഒരു പേഴ്സണാലിറ്റി അതില് വരുന്നു വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും വാച്ച്, ഷൂസ് ഇത് രണ്ടും ആളുകൾ നോട്ട് ചെയ്യുന്നതെന്ന് എപ്പോഴും പറയും. ക്ലീൻ ആയിട്ടുള്ള ഒരു ഷൂ ഉണ്ട്, അതുപോലെ നല്ലൊരു വാച്ച് കെട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരതിൽ ശരിക്കും ആളുകൾ നോട്ടീസ് ചെയ്യുന്നു പറയുന്നത്. എത്ര വാച്ചസ് ഉണ്ടാവും ശരിക്കും?
10-15 ഉണ്ടാവും. 10-15 വാച്ചസ് ഉണ്ട്. അതിലെല്ലാം ക്യാസിയോ തന്നെ അതോ മിക്സ്ഡ്? 12 ക്യാസിയോ. ക്യാസിയോ ഇവിടെ ചെയ്യുന്നത് സാർക്കോനെ അല്ലേ? സാർക്കോണ് ചെയ്യുന്നത്. സാർക്കോന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ലാസ്റ്റ് ടൈം ഉണ്ടായ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ക്യാസിയോ ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും താഴെയുള്ളവരും മിഡിൽ ക്ലാസ്സുകാരും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വാച്ചാണല്ലോ. അപ്പോൾ അതിൽ പല റേഞ്ചസും വരുന്നുണ്ട്. ഞാൻ ഒരു വട്ടം പുറത്തുനിന്ന് ക്യാസിയോ മേടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഈ പുറത്തുനിന്ന് നാട്ടിൽ നിന്ന് തന്നെ ശരിക്കും ഓതറൈസ് ലീഡർ സാർക്കോ മാത്രമല്ലോ ഇത്ര ഇവിടെ. അവരുടെ ഔട്ട്ലെറ്റിൽ തന്നെ മേടിച്ച് കഴിഞ്ഞാലാണ് ആ വാറണ്ടി കിട്ടാൻ. പക്ഷെ അവർ വാറണ്ടി തന്നു എനിക്ക്, അവരുടെ നല്ല മനസ്സ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമുണ്ട് ആ കറക്റ്റായിട്ടുള്ള സംഭവം അവർ തരുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. ശരിക്കും സാർക്കോന്ന് ഡയറക്റ്റ് ഞാൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ ഇപ്പോൾ ഇത് അവിടെ നിന്ന് മേടിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ബോക്സിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു, വാറണ്ടി കാർഡിൽ തന്നെ ഡിഫറൻസ് ഉണ്ടായിരുന്നു, അവരുടെ സർവീസ് തന്നെ ഭയങ്കര ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു. സാർക്കോക്ക് എൻ്റെ ഇൻഫ്ലുവൻസർ ലൈഫിൽ ഭയങ്കര ഒരു റോളുണ്ട്. ഓക്കെ, അത് പ്രത്യേകം പറയേണ്ട കേസാണ്. കാരണം വെയർ ഹൗസ് സെയിൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവിടെ ബ്ലോഗിങ്ങിലൂടെ ആദ്യം ചെയ്തത് സാർക്കോ, പിന്നെ തൊട്ട് പിന്നാലെ ജീപ്പാസ്. ഓക്കെ, അപ്പൊ ഇവരെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇൻഫ്ലുവൻസർ മാർക്കറ്റ് അന്ന് ആരുമില്ല, മാറ്റമുള്ളൂ. ആദ്യത്തെ എനിക്ക് ഒരു 5-6 കൊല്ലം മുമ്പൊക്കെ ചെയ്യുമ്പോ ഞാൻ ഒറ്റക്ക് വേറൊരു ലാംഗ്വേജ് ഒന്നുമില്ല മലയാളത്തിൽ. പക്ഷെ ഭയങ്കര അത് ഭയങ്കര ഒരു ട്രേഡ് മാർക്ക്, നിങ്ങളുടെ ഒരു ബ്രാൻഡ് വന്നില്ലേ? നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളൊരു ഡ്രിങ്കർ ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അതിന്റെ ഒരു ടാഗ് ലൈൻ ഇട്ട് വെക്കുന്നത് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അത് വെക്കണം. അത് എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. പേരല്ല, എന്നോട് പറഞ്ഞ ഒരു ടാഗ് ലൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാല് അതൊരു ബ്രാൻഡായിട്ട് എപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പൊ ലൈബൂനറിലും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എന്ന് പറയുന്ന അത് ഒമാനികൾ പറയും. അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒമാനി, ബംഗാളി, പാകിസ്ഥാനി ഒക്കെ നമ്മളെ കാണുമ്പോ അവരെ അറിയാവുന്ന ഭാഷയിൽ അവരത് പറയും. അതെ അതെ, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ അവർ പറയുന്നുണ്ട്. റൈറ്റ് റൈറ്റ് റൈറ്റ്. അപ്പോൾ ഈ വെയർ ഹൗസ് സെയിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ അപ്പൊ അവിടെ നിന്ന് പിന്നെ ഇവിടെ ഉള്ള എല്ലാ ബ്രാൻഡിന്റെ വെയർ ഹൗസ് സെയിലും ഏത് വെയർ ഹൗസ് സെയിൽ വന്നാലും അതിൽ ഞാൻ ആദ്യം അത് നമ്മളുടെ ഈ മൾട്ടി ലാംഗ്വേജ് മൾട്ടി നാഷണാലിറ്റി പിച്ചിങ്ങുള്ളതുകൊണ്ടാണ്. സോ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ മാത്രമല്ല, മലയാളികള് വെച്ചിട്ട് നമുക്ക് ഇത്രയും മലയാളികൾ എത്ര പേരുണ്ട് ഒമാനിൽ? എനിക്ക് കറക്റ്റ് കൗണ്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 1.5 ലക്ഷം പേരിലുണ്ടാവും. ടോട്ടൽ അല്ല, സലാലറ്റ് ബുറൈമി അല്ല, ടോട്ടൽ ഇന്ത്യൻസ് 5 ലക്ഷം പേര്. ഇന്ത്യൻസ് ആയിരിക്കും. 5 ലക്ഷം മലയാളികൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരിക്കും. ഒരു 2 lakhs എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 5 മില്യൺ പോപ്പുലേഷൻ, അതിനകത്ത് 55% ഒമാനീസ് ആണ്. പിന്നെ ബാക്കിയുള്ളതാണ് എല്ലാ കമ്മ്യൂണിറ്റി. അപ്പൊ അതിനകത്ത് ഇത്രയും മലയാളികൾ ഉണ്ടാവുള്ളൂ. അതും സലാലറ്റ് ബുറൈമി സ്പ്രെഡഡ് ആണ്. അപ്പൊ നമ്മളൊരു വീഡിയോയുടെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ആള് വരാന്നുള്ളതാണ്. ഒരു നമ്മളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും വീഡിയോസ് കൂടുതൽ ചെയ്യുന്നത്. അതിനൊരു മൾട്ടി ലാംഗ്വേജ് മൾട്ടി നാഷണൽ ക്രൗഡ് വരും. കുറെ ആൾക്കാർ നമ്മുടെ ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ മലയാളം പ്ലസ് ഇംഗ്ലീഷ് മിക്സിൽ വീഡിയോ ചെയ്താലും ഇതൊരു വിഷ്വലൈസേഷൻ ആണ്. അത് കണ്ടിട്ട് പ്രൈസ് പറയുന്ന പ്രൊഡക്റ്റ് വരുന്നു, രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് എല്ലാം മനസ്സിലാവും എവിടെയാണ് എന്താണെന്നുള്ള ഒരു ബേസിക് നോളജ് എല്ലാവർക്കും. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളൊരു കണ്ടന്റ് ഓറിയന്റഡ് വീഡിയോസ് കുറവാണ് നമ്മുടെ. അത് നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കാൻ വേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പല ആളുകളും ഒരു സ്റ്റോറി ടാഗ് ലൈൻ സ്റ്റോറി ലൈൻ സെറ്റ് ചെയ്തിട്ടാണ് പലവരും ചെയ്യുന്നത്? അവർക്കൊന്നും കിട്ടാത്തൊരു വ്യൂവേഴ്സോ അല്ല അംഗീകാരം എന്തുകൊണ്ടാണ് ലൈബൂന് കിട്ടുന്നത്? അതും ഇതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ലൈവ് പറയാൻ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെ ഓഫർ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതാ പ്രൈസിങ്, ലൈക്ക് 1 മിനിറ്റിനുള്ളിൽ പരിപാടി കഴിഞ്ഞു പോകാം. അത് ഒരു പരിധി വരെ നമുക്കൊരു വെറൈറ്റീസ് ഓഫ് വീഡിയോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതൊരു ഡ്രോബാക്ക് ആണ്. എങ്കിലും ഞാൻ ചില ബ്രാൻഡുകളൊക്കെ ചെയ്യാറുണ്ട്. കണ്ടന്റ് ഒക്കെ സെറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ഒരു സമയക്കുറവ് അതിലൊരു പ്രധാന ഘടകമാണ്. പിന്നെ ആൾക്കാർ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നില്ല വീഡിയോ. അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരു ക്ലൈന്റ് ആണെങ്കിൽ പോലും നമ്മളെ അടുത്ത് വരുമ്പോ അവരെ ഒരു ഇറാനിന്റെ അടുത്ത് നോ ഡ്രാമ, പ്രൊഡക്റ്റ് പ്രൈസ്, നോ ഡ്രാമ. അപ്പോ അവര് തന്നെ ചിലപ്പോൾ വേറെ ഒരാളെ കൊണ്ട് ചെയ്യിക്കാം. മേ ബി എന്നെ കൊണ്ട് അങ്ങനെ കണ്ടന്റ് ഒക്കെ ചെയ്യിക്കുന്ന കുറച്ച് ബ്രാൻഡുകൾ ഉണ്ട് കേട്ടോ, ലൈക്ക് ജോയ് അലുക്കാസ്, ഈസി സ്റ്റോർ. അവരൊക്കെ ആ പുള്ളി ഇപ്പോ ജോമോ സാറൊക്കെ ഉണ്ട്, പുള്ളിയൊക്കെ നമ്മളോട് പറയും ഒരു കണ്ടന്റ് ചെയ്തോ. പുള്ളിക്ക് അറിയാം എന്റെ കണ്ടന്റ് വീഡിയോനെക്കാട്ടിലും ബെനിഫിറ്റ്. പുള്ളി പറയും നിങ്ങളൊരു വെറൈറ്റി ചെയ്തോ. അപ്പോ അതൊരു ഡ്രോബാക്കുമാണ് അത്. പക്ഷേ നമുക്ക് ഫൈനലി ബിസിനസ്സാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരാളുടെ ബിസിനസ് നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ള ഒരു സ്ഥലമല്ല. ഞാൻ കൊച്ചാക്കി പറയണല്ലോ, അതായത് നിങ്ങളുടെ തമാശയും നിങ്ങളുടെ അഭിനയിക്കാനുള്ള സ്കില്ലും നിങ്ങളുടെ കണ്ടന്റും നിങ്ങളുടെ സ്കില്ലും ഒന്നും പ്രയോഗിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല വേറൊരാളുടെ ബിസിനസ്.
അയാൾക്ക് ആ വീഡിയോ ഒന്ന് വേണ്ടത് ഒന്നുമില്ലെങ്കിൽ ബെനിഫിറ്റ് വേണം, അല്ലെങ്കിൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം. പക്ഷെ എല്ലാ ആളുകളും അങ്ങനെ കണ്ടിരിക്കുമോ? ഇപ്പോൾ ലൈബുവിൻ്റെ കണ്ടിരിക്കണ പോലെ ബാക്കിയുള്ള കണ്ടിരിക്കുക അവർക്ക് എന്തെങ്കിലും വേണ്ടേ? അല്ല, കണ്ടിരിക്കും, പക്ഷേ അതൊരു ഷോർട്ട് സ്റ്റോറി പോലെ കണ്ടു തീരും. നമ്മൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഏതാണ് ബ്രാൻഡ്, എന്താണ് പ്രൊഡക്റ്റ്, എവിടെ ഇത് കിട്ടും, എന്താണ് പ്രൈസ്, ഇത് നാലും ചിലപ്പോൾ ഇല്ലാത്ത ചില വീഡിയോസ് ഉണ്ടാവും. അയ്യോ, അങ്ങനെ വരാൻ പാടില്ല. അതിൽ അവരുടെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് മാത്രം വന്നിട്ട് കാര്യം. നമ്മളും ചില കണ്ടന്റ് ഒക്കെ ചെയ്യുന്നതിൽ കൃത്യമായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അല്ല, അത് വേണം, അവരുടെ കറക്റ്റ് അത് കയറി ഇറങ്ങി പോകണം. അതില്ലാതെ ഇത് ചെയ്യുന്നതിനകത്ത് ഒരു കാര്യമില്ല. അതേ പറഞ്ഞത്, അതിനൊന്നും ഞാൻ തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കണ്ടന്റിൽ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഹൈലൈറ്റ് ആവണം, പ്രൊഡക്റ്റിന്റെ സ്പെഷ്യാലിറ്റീസും ഫീച്ചേഴ്സും എല്ലാം ഹൈലൈറ്റ് ആയില്ലെങ്കിൽ കാര്യമില്ല. തീർച്ചയായിട്ടും അതൊരു വാലിഡ് പോയിന്റ് ആണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കിട്ടാതെ വന്നിട്ട് ഇപ്പോൾ ഈ സ്റ്റോറി ലൈന് മാത്രം ഇട്ടിട്ട് ആൾക്കാരെ കൺസിഡർ ചെയ്യില്ല, എന്നാൽ പിന്നെ ബ്രാൻഡുകൾ വിളിച്ച് ചീപ്പിക്കേണ്ട ആവശ്യം. കണ്ടന്റ് ഓറിയന്റഡ് വീഡിയോ കണ്ടിട്ടുള്ള ബിസിനസ് കൺവേർഷൻ വളരെ കുറവാണ്. റൈറ്റ്. അത് ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്ലൈന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ആൾക്കാർ സാധനം മേടിക്കാനൊന്നും പറ്റില്ല. ഓ ട്രൂ. അതേസമയം നിങ്ങൾ പറയുകയാണ് ഇതിന് 200 പൈസക്ക് കൂടി ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ഒപ്പം നിങ്ങൾക്ക് ഒരു സംഭവം ഗിഫ്റ്റ് ആയിട്ടുണ്ട് കിട്ടാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാവും. അങ്ങനെ കണ്ടിരിക്കുന്നവരാണ് അപ്പൊ കൂടുതൽ നിങ്ങൾ പറയുന്നത്? അങ്ങനെ കണ്ടിരിക്കുന്നവരല്ല, അങ്ങനെയുള്ളവരാണ് കൂടുതൽ വന്നിട്ട് മേടിക്കുന്നത്. പർച്ചേസിംഗ് കപ്പാസിറ്റി വരുന്നത് ഈ ഡയറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ കണ്ടന്റ് ഓറിയന്റഡ് വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടന്റ് ഓറിയന്റഡ് വീഡിയോ കണ്ടിട്ട് അവിടെ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? വെരി വെൽ, ടു ബി ഹോണസ്റ്റ് ആയിട്ട് ഇങ്ങനെ പറയാന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി അധികം വീഡിയോസ് കാണാറില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാണ്. എൻ്റെ ഒരു ആൽഗോരിതം വർക്കൗട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവല്, കുറച്ച് മോട്ടിവേഷൻ, കുറച്ച് ജിം റിലേറ്റഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പാട്ട്, ഗസൽസ്, ഈ സംഭവമായിരിക്കും. മറ്റുള്ളത് അധികം വരുത്ത് കുറവാണ്. ഇപ്പം എനിക്ക് എന്തായാലും വേണമെങ്കിൽ ഞാനായിട്ട് സെർച്ച് ചെയ്ത് ഞാനായിട്ട് കണ്ടുപിടിച്ച്, എല്ലാവരും അങ്ങനെ അല്ല കേട്ടോ, എൻ്റെ പേഴ്സണൽ മാത്രമാണ്. ഞാനായിട്ട് കണ്ടുപിടിച്ച് ഞാനായിട്ട് അവിടെ പോയി എനിക്ക് വേണ്ടത് ഞാൻ തന്നെ കമ്പയർ ചെയ്ത് ഞാൻ മേടിക്കും. അത് ഒരാൾ പറഞ്ഞു തന്നുകൊണ്ട് ഒരിക്കലും ഞാൻ പോവില്ല. പക്ഷേ ഞാൻ ഇങ്ങടെ ഒറ്റൊരു വീഡിയോ ഇങ്ങടെ ഒരു വട്ടം കണ്ടിട്ട് ഞാൻ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒരു ക്ലിയറൻസ് സെയിൽ ഒരു വട്ടം റൂബിയിലുണ്ടായിട്ട് അവിടെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അന്ന് ഞാൻ എന്നിട്ടൊരു ഷൂവും ഡ്രസ്സെല്ലാം മേടിക്കുകയും ചെയ്തു അവിടെ നിന്ന്. അല്ല, അത് റാൻഡമായിട്ട് വന്നതാണ് റമദാൻ്റെ സമയത്ത്. പക്ഷേ ഇറ്റ് വർക്ക്സ്. നിങ്ങൾ പറഞ്ഞ വളരെ പോയിന്റാണ്, വാലിഡ് പോയിന്റ്. അതുകൊണ്ടൊരു ഗുണം കിട്ടില്ലെങ്കിൽ ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വെരി സിമ്പിൾ. നമ്മൾ സിമ്പിളായിട്ട് ഒരു ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതെ. അതിൽ 3-4 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു അൽഗോരിതം ഉണ്ടല്ലോ, നമ്മൾ ആ അൽഗോരിതം ജെന്യുവിൻ ആവുക, നാച്ചുറൽ അൽഗോരിതം സെറ്റ് ചെയ്യുക. അതിലങ്ങനെ നമുക്ക് കുറേ ഗിമ്മിക്ക് ഇതിൽ ചെയ്യാം. ലൈക്ക്, ഷെയർ, വ്യൂസ് എല്ലാം കൂട്ടാം. ചെയ്യുന്ന ആളുകൾ ഒരു പ്രാവശ്യം കൂട്ടിയാൽ പിന്നെ ഇത് കൂട്ടാനേ നേരം ഉണ്ടാവും. നമ്മളുടെ വീഡിയോസ് ഒക്കെ 10K ഉള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. ഉള്ളത് ജെന്യുവിൻ ആയിട്ട് 10K എന്ന് പറഞ്ഞാൽ 10,000 പേര് കണ്ടിട്ടുണ്ട്, 100 പേര് പോയിട്ടുണ്ടോ? അല്ലാണ്ട് നമ്മള് ഫേക്ക് ആയിട്ട് ഒരു 50,000 വ്യൂസ് ഉണ്ടാക്കി 5 പേര് പോയില്ല. ഇത് ക്ലൈന്റ് നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ സെക്ടറിലും ഓരോ സെക്ഷനിലുമായിട്ട് ഡിഫറെന്റ് വ്ളോഗേഴ്സ് വീഡിയോ ചെയ്തതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞു. ഓക്കെ, അവരെന്തായാലും അനലൈസ് ചെയ്തിട്ടാണല്ലോ ഇതാക്കാൻ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നാച്ചുറൽ അൽഗോരിതം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ക്ലൈന്റ് ആണെങ്കിൽ നിങ്ങൾ ChatGPT-യിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നമ്മളെ പേരെ വരുള്ളൂ. നമ്മളെന്നല്ല, നാച്ചുറൽ അൽഗോരിതം ഉള്ള ആൾക്കാരുടെ പേരെ സജസ്റ്റ് ചെയ്യും. ബർക്കയിൽ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഇൻഫ്ലുവൻസർ ആരെന്നൊക്കെ അങ്ങനെ കൊടുക്കാം നമുക്ക്. എനിക്ക് അടുത്ത് ഇന്നലെ ഞാൻ ഈ സംഭവം പറഞ്ഞത്, ഇന്നലെ ഞാൻ ഒരു ക്ലൈന്റിനെ കണ്ടപ്പോ എന്നോട് പറഞ്ഞ് നിങ്ങളെ സജസ്റ്റ് ചെയ്തത് ChatGPT. അപ്പൊ അത് ChatGPT കൊള്ളാലോ. അവനോട് ഇങ്ങനെ ബർക്ക റീജിയനിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ വ്ളോഗറാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ പേര് വന്നു. അപ്പോൾ ദാർസൈറ്റ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ, അപ്പോൾ വൺ ഓഫ് ദ നെയിം നിങ്ങളെ വന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ അപ്പോഴാണ് ഞാൻ ഇതൊരു പുതിയ അറിവാണ്. ഇത് ശരിക്കും പുതിയ ബിസിനസ്മാൻമാർക്ക് ട്രെയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ വെറുതെ, ഞാൻ എപ്പോഴും പറയും എല്ലാവരെയും വെച്ച് വീഡിയോ ചെയ്യിക്കണം. കാരണം അങ്ങനെ ഒരാളെ വെച്ച് മാത്രം വീഡിയോ ചെയ്യിക്കുക അങ്ങനെയൊന്നുമല്ല. പക്ഷേ ജെന്യുവിൻ ആയിട്ടുള്ള ചെയ്യുന്ന ആൾക്കാർക്ക് അർഹിച്ച റെസ്പെക്ട് കൊടുക്കുക. എല്ലാരെയും ഒരേ കണ്ണി കാണരുത്, ഞാൻ അങ്ങനെ പറയും. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് മേടിക്കുക. അതൊന്നും ഇവിടെ ആരും മേടിക്കുന്നില്ല. ഒമാനിൽ ഫോളോവർ ഇല്ലാത്ത ഒരാളെ വെച്ച് ഒമാനിൽ വീഡിയോ ചെയ്തിട്ട് എന്തായാലും. അതെ, വെരി ട്രൂ.
അതെ 1 million ഉണ്ടായിട്ട് കാര്യമല്ലോ. പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോയാൽ അറിയാം ചിലപ്പോ കൺട്രി ഏതാണ്. അപ്പോൾ അത് അങ്ങനെ ഫോളോവേഴ്സിന്റെ കാറ്റഗറീസ് ജെന്യുവിൻ ആണോ നോക്കാം, എല്ലാം ചെക്ക് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ മീൻസ് അത് ഒരു ക്ലയന്റിന്റെയും കൂടി ബാധ്യതയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇൻഫ്ലുവൻസർ വെച്ച് വീഡിയോ ചെയ്യരുത്, അതില് ഒരു ഗുണമില്ല. നിങ്ങൾ പറയാ അത് നിങ്ങളെ മിസ്റ്റേക്ക് ആണ്, നിങ്ങൾ ചൂസ് ചെയ്ത ആളെ റോങ് ആയിരുന്നു. പറയുമ്പോ അങ്ങനെയല്ലേ പറയുള്ളൂ. വീഡിയോ ചെയ്തിട്ട് ഒരു ഗുണമില്ല കേട്ടോ. ഇൻഫ്ലുവൻസർ ഒക്കെ വെറും തട്ടിപ്പാ, എങ്ങനെ പറയാ? അത് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ ചൂസ് ചെയ്ത ആള് നിങ്ങളെ പറ്റി റോങ് ആയി പോയത് എപ്പോഴും പറയുന്നത്. വെരി ട്രൂ, കറക്റ്റ്. സോ ലൈബുവിന്റെ ശരിക്കും പറഞ്ഞ ഒരു വീക്ക് പോയിന്റ് എന്താ, ഒരു സ്ട്രോങ് പോയിന്റ് എന്താ? എൻ്റെ സ്ട്രോങ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് നല്ല വാശിയുള്ള ഒരാളാണ്. വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല അർത്ഥത്തിലുള്ള വാശിയാണ്. പിന്നെ ഹാർഡ് വർക്ക്, ചലഞ്ചിങ് ആയിട്ടുള്ള ഞാൻ റെഡിയാണ്. മീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ 101% അതിലിടും. അതാണ് എൻ്റെ ഇത്. ഏറ്റവും വീക്ക് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇമോഷണലി ഭയങ്കര വീക്കാണ്. എന്നെ പറ്റിയ ആൾക്കാർക്ക് ഒരാൾ വന്ന് സങ്കടമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സങ്കടം കേൾക്കൽ നിർത്തിയേക്കാം. ഭയങ്കര പ്രശ്നം. അത് പല രീതിയിൽ വന്ന് പ്രസന്റ് ചെയ്യും. വന്നിട്ട് ചിലപ്പോ കരയും. അതാണ് കരഞ്ഞിട്ട്. അപ്പൊ നമ്മളൊരാള് വന്ന് കരയുമ്പോ ഞാൻ എപ്പോഴും എന്നെന്നറിയാം, ഇപ്പൊ ഒരു നല്ല പൊക്കവും മണ്ണോ മീശയും താടിയൊക്കെ വെച്ച ഒരാൾ വന്ന് നമ്മളെ മുന്നിൽ വന്ന് കരഞ്ഞ്, ഞാൻ അയാളിൽ എന്നെ കാണും. ഞാൻ കുറച്ചുകൂടെ ഞാൻ നിന്ന് കരയണല്ലോ, അപ്പൊ അയാൾ എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കും കരയുക. ഞാൻ അതിനെ എന്തൊക്കെയാ ഞാൻ കരയണത് അത്രയും ലിമിറ്റഡ്, പക്ഷെ ഇത് ആക്ട് ചെയ്യാന്ന് നമുക്കറിയില്ല. അത് തിരിച്ചറിയുമ്പോഴത്തേനും കുറെ അപ്പൊ കൊറേ നമ്മളിങ്ങനെ എന്നോട് ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചിട്ട് ഒരു സ്റ്റോറി ഇടും, എൻ്റെ ഒരു വീഡിയോ ഒരു സ്റ്റോറി ഇടും, തമാശയാണ്. യെസ്. അപ്പൊ നമ്മൾ വീഡിയോ സ്റ്റോറി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ നിങ്ങളാണ്. ആള് അത്യാവശ്യം റീച്ചൊക്കെ ആയി കഴിയുമ്പോ പിന്നെ അല്ല അത് പോട്ടെ, നമ്മളൊരു വീഡിയോ ശരിയല്ല ഓരോരുത്തരും പറയും പുള്ളിയൊന്നും ശരിയല്ല, അല്ലെങ്കിൽ നമ്മള് ഇതാകില്ല. പിന്നെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഒക്കെ സപ്പോർട്ട് കുറെ ന്യൂ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സപ്പോർട്ട് എന്നല്ല, നമ്മളുടെ കൂടി ബെനിഫിറ്റ് ആണ്. ഒരാൾ നമ്മളെ കൂടെ നിൽക്കുമ്പോൾ അതിനൊരു ഭംഗിയാണ്. അപ്പോൾ പക്ഷെ എന്ന് വെച്ചിട്ട് എൻ്റെ ഉത്തരവാദിത്വമല്ല, അവരെ എൻ്റെ ലൈഫ് ഞാൻ ടേക്ക് കെയർ ചെയ്യാന്നുള്ള. ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അവരവരെ കാര്യം നോക്കണം. അപ്പോൾ ചില ആൾക്കാർ നമ്മ പണ്ടത്തെ പോലെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇനി ഞാൻ വളരുന്നത് കൊണ്ടാണോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാത്തത്? അതല്ല പ്രശ്നം. നമ്മളൊരു വീഡിയോ കഴിഞ്ഞ് അവിടെ ക്ലോസ് ചെയ്ത് അടുത്തത് നിങ്ങളൊരു 3 എണ്ണം ചെയ്തിട്ട് വേണം നമുക്ക് വരാനായിട്ട്. അടുത്ത ലൈവ് വിളിക്കണവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ലേഡി ഇൻഫ്ലുവൻസേഴ്സിനേറ്റ് വീഡിയോ ആദ്യമായിട്ട് ചെയ്യും. നമ്മളങ്ങനെ എല്ലാ കാറ്റഗറിയും ഒമാനിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഫുഡ് ആവട്ടെ, ട്രാവൽ ആവട്ടെ, ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു അന്ന് നമ്മൾ കുറേ ആൾക്കാർ കുറ്റപ്പെടുത്തിയ ലേഡീനെ വെച്ചിട്ടാണോ വീഡിയോ ചെയ്ത് റീച്ച് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചെല്ലാരും ലേഡീനെ വെച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു വെരിഫിക്കേഷൻ ഉണ്ട്, ബ്ലൂ ടിക്ക് മാർക്ക്. ഞാനത് എടുത്തപ്പോ എല്ലാരും പറഞ്ഞ പൈസ കൊടുത്ത് ബ്ലൂടിക്ക് മേടിച്ച് അത് ഞാനും നോക്കുമ്പോ എല്ലാവരെയും അപ്പൊ ബ്ലൂടിക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു പ്രൊട്ടക്ഷൻ ആണ്. അത് നമ്മളുടെ അക്കൗണ്ട് സേഫ് ആയിരിക്കും. കാര്യങ്ങളൊക്കെ അതങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ലാണ്ട് അതൊരു നമ്മൾ വെരിഫൈഡ് ആയി ഫേമസ് ആണെന്ന് കാണിക്കാനുള്ള അതല്ലെങ്കിൽ പിന്നെ അവർ അതിന് മാത്രമല്ലേ കൊടുക്കുള്ളൂ. അവര് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചത് എന്തിനാണ്? നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ എല്ലാത്തിലും നമ്മൾ ആദ്യം കളിയാക്കിയിരുന്ന ആൾക്കാര് പിന്നീട് നമ്മളെ കോപ്പി എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. അത് അതിലെനിക്ക് സന്തോഷമുള്ളൂ. കാരണം പിന്നീടാണെങ്കിലും ഞാൻ ചെയ്തത് ശരിയാണെന്ന് അവർ അംഗീകരിച്ചല്ലോ. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നു. തീർച്ചയായിട്ടും. സോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാർ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരേ റേഞ്ചിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ നിങ്ങളുടെ ഒരു ഉയർച്ച, ഒരു പുതിയതായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ആദ്യം നിങ്ങളെ പുച്ഛിച്ചേ ഉള്ളൂ.
പുശല്ലേ ഇവനെ ഏതാണ് ഇവനെ എവിടുന്ന് വന്നതാണ്. പിന്നെ നിങ്ങളെ അത് നിങ്ങൾ വിജയിച്ച് കയറുന്നുണ്ട് എന്നുള്ള ഒരു മൊമെൻ്റ് എത്തുന്ന മൊമെൻറ്റിൽ നിങ്ങളെ ഡ്രാഗ് ചെയ്തിട്ട് താഴോട്ട് വലിക്കാൻ ശ്രമിക്കും. ഇത് ചെയ്യണ്ട കേട്ടോ, ഇത് ചെയ്താൽ നീ പോവേ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നതൊക്കെ അടിക്കും. നിങ്ങൾ അവർ പിടിക്കപ്പെടാൻ പറ്റാത്തൊരു ഉയർച്ചയിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെക്കനാട്ടോ നമ്മുടെ കൂടുന്നിട്ടില്ലേ. അങ്ങനെ തന്നെയല്ലേ എല്ലാവരുടെയും സംഭവിക്കലേക്കൊക്കെ. വെരി ട്രൂ, പോയിന്റ് തന്നെ അല്ലേ അല്ലേ. എനിക്കും എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു സംഭവം അതാണ്. സോ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. സോ മൂവിങ് ഫോർവേഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിട്രയൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിലോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിൽ ഇതിൽ വന്നിട്ടോ? പക്ഷേ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഭയങ്കര ഹേർട്ട് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ? ഇതില് നമ്മളെ കൂടെ ഡേ നൈറ്റ് നമ്മളെ കൂടെ നടന്നിരുന്ന ചില ആൾക്കാരൊക്കെ നമ്മളോട് നമ്മളെ ഈ എന്താ പറയാ പിന്നീന്ന് കുത്താന്ന് പറയും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളതിന് കറക്റ്റ് ആക്ഷൻ എടുത്ത്, പ്രതികാരമല്ല, അവരെ നമ്മുടെ കട്ട് ചെയ്തു ലൈഫിൽ അത്രേ ഉള്ളൂ. ലൈഫിൽ നിന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് തിരിച്ച് നമ്മളോട് വീണ്ടും അടുപ്പം കാണിച്ച് വരാനൊക്കെ ശ്രമിച്ചിട്ടൊക്കെ. പക്ഷെ ഇനി ഒരു ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോയിസൺ തിരിച്ചറിഞ്ഞു. പിന്നെ നമുക്ക് അത് അറിയാം, ഇനിയും അവരാ വിഷം തുപ്പും, അല്ലെങ്കിൽ തുപ്പിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പിന്നിൽ നിന്ന്. ഇവർക്കാർക്കും ഞാൻ എൻ്റെ ഒരു കോൺഫിഡന്റ് ആണ്, എന്റെ പ്രസൻസിൽ ഇവര് ഒന്നും പറയില്ല. അതിപ്പോ ആരും അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഞാൻ എന്റെ പ്രസൻസിൽ ഇവര് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോ എപ്പോഴും ആളുകൾ പുറകെ എന്ത് പറഞ്ഞാലും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ആൾക്കാർ അത് കേട്ടിരിക്കാനുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങളുടെ പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഉണ്ട്. എനിക്കും അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഞാൻ വരെ കേട്ട സംഭവത്തിൽ എപ്പോൾ ഞാൻ പറഞ്ഞിട്ടിരുന്ന സംഭവങ്ങളുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ആളുകൾ കേട്ടിരിക്കും. മസാല വരുന്നത് ഇപ്പോൾ നിങ്ങൾ ലൈവ് പോയി, ഒരാളുടെ നടത്തുമ്പോൾ ലൈവ് അങ്ങടാട്ടോ പോയത്, മൂന്നാമത്തെ ആളത്തുമ്പോൾ ലൈവ് അവിടെ പോയിട്ട് ഇന്നാളെ കണ്ടു, നാലാമത്തെ ആളെത്തുമ്പോൾ ലൈവ് അവിടെ പോയിട്ട് ഇന്നാളെ കണ്ട് ആളെയും കൂട്ടി അവിടെ പോയി, 100ാമത്തെ ആളത്തെത്തുമ്പോഴേക്കും ലൈവ് അവിടെ പോയിട്ടില്ലേ അവളെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവനെയും കൂട്ടിയിട്ട് അതാക്കി ആ പ്രശ്നമായി ഈ പ്രശ്നമായി എന്നുള്ളതിലേക്ക് എത്തും. സോ മസാല ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് ഫൈനലിയാണ് ബിരിയാണി ആവാനത് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ അഗെയിൻ എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്, ഒരു പേഴ്സൻ്റെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ നിന്ന് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും പറയാൻ, നമ്മുടെ പുറകിൽ നിന്നിട്ട്. ഉള്ള കാര്യങ്ങൾ വന്ന് ഇങ്ങടുത്ത മുഖത്തേക്ക് പറയാൻ പ്രശ്നം ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാവില്ല. ഇല്ലാത്ത കാര്യങ്ങൾ കളവായിട്ട് പറയുമ്പോഴും ഇതാകുമ്പോഴാണ് ഈ ബാക്കിൽ നിന്ന് സംസാരിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ വർക്ക് ആവും ശരിക്കും. പിന്നെ ഏത് മേഖലയിലുള്ള പോലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോ കോമ്പറ്റീഷൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അത് ഹെൽത്തി ആണെങ്കിൽ. ഇനിയിപ്പോ അത്യാവശ്യം ഹെൽത്തി അല്ലെങ്കിൽ പോലും കോമ്പറ്റീഷൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഒരാൾ ചിന്തിക്കണം, ഓക്കെ ലൈബ് മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം, അതായത് ഓക്കെ അവന്റെ അവസാനം കണ്ടിട്ട് നമുക്ക് ഇതാക്കാം, അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ അങ്ങനെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു അലിഗേഷനിലൂടെ അയാളുടെ കരിയർ മൊത്തമായിട്ട് നശിപ്പിച്ചതിന് ശേഷം ആ പ്ലേസിലെത്താം. അലിഗേഷൻസ് അങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട്. അലിഗേഷൻസേ ഉള്ളൂ. പ്രശ്നം എന്ന് വെച്ചാല് ഇത് നമുക്കറിയില്ല. കുറെ ആൾക്കാർ നമ്മളെ പേഴ്സണലി പരിചയപ്പെട്ട് കഴിയുമ്പോ നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു ഇത് നിങ്ങളുടെ ഒരു സംസാരത്തിൽ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറയും ഇതിപ്പോ എനിക്ക് നിങ്ങളല്ലേ, അപ്പൊ എന്താ അതോ നിങ്ങൾ ആക്ട് ചെയ്യാണോ? അങ്ങനെയല്ല, എന്താണ് ആൾക്കാർ പറയുന്നത് എനിക്കറിയാം. എന്നോടൊരു ഒരാള് ചോദിക്കാണ്, സിമ്പിൾ ചോദ്യം, ഇപ്പൊ ഫാമിലി എന്താ ഒമാനിലില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അതിന് ആൻസർ എങ്ങനെ കൊടുക്കാന്നറിയോ? ബാച്ചലർ ലൈഫ് അടിച്ചു പൊളിക്കാലോ. അതിന്റെ പിന്നിലുള്ളൊരു കാര്യം, എനിക്ക് ഫാമിലി നാട്ടിൽ നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് എനിക്ക് ആരോടും ബോധിപ്പിക്കാനോ എനിക്കത് ഡിസ്ക്ലോസ് ചെയ്യാനോ താല്പര്യമില്ലാത്ത ഒരു ഇൻസിഡന്റ് അതിനകത്തുണ്ട്. അപ്പോ അത് പറയണതിന് പകരം എനിക്കൊരു സിമ്പിൾ ആൻസർ ആയിട്ട് ഞാൻ പറയുന്ന കാര്യം, ഇത് വേറൊരാള് പറയുമ്പോ ലൈബു ബാച്ചലർ ലൈഫ് അടിച്ചു പൊളിക്കാനാണ് ഫാമിലിയുടെ നാട്ടിലാക്കിയേക്കണത്. അടുത്ത ആളിലേക്ക് എത്തുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫാമിലി ഇല്ലാത്ത എന്തിനാണെന്നറിയോ? ബാച്ചലർ ലൈഫ് അടിച്ചു പൊളിക്കാനാ. അത് ബാച്ചലർ ലൈഫ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലെത്തുമ്പോ എന്താണ്
പെണ്ണുങ്ങളായിട്ട് കറങ്ങാൻ വേണ്ടിട്ടാണ് ഫാമിലി നാട്ടിലെ ബാച്ചലർ ലൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ അവിടെ മിനി ബാർ സെറ്റ് ചെയ്തിട്ടുള്ളത് അറിയില്ലേ? കഞ്ചാവായിരുന്നത്രേ, ഒടിയാന്നാ കേട്ടോ. മുടി കണ്ടാറിനോടെ കഞ്ചാവാന്ന് പറയുന്ന പോലെ. അപ്പൊ അങ്ങനെയൊക്കെ അത് ഏറ്റവും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം പറയുക നമ്മളോട് അടുപ്പുള്ള ആൾക്കാരായിരിക്കും. അപ്പോഴാണ് ഇത് ആൾക്കാരും ഇവന്റെ കൂടെ നടക്കുന്നവൻ പറയുമ്പോ എന്തെങ്കിലും അതിനകത്ത്. അതെ അതെ, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അടിച്ചു. വെരി ട്രൂ. എൻ്റെ ഒരു റിയൽ ഒരു 2-3 ഇയേഴ്സിൻ്റെ ഇടയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞിതാക്കിയതെല്ലാം എൻ്റെലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് അറിയുന്ന ആളുകൾ അവരുടെ അസ്യംഷനൊക്കെ കൂടിയിട്ട് ആഡ് ഓൺ ചെയ്ത് മിക്സഡ് പരിവാക്കിയിട്ട് ഇവർ പറഞ്ഞതാണ്. അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ കണക്ട് ചെയ്ത് എൻ്റെ 1-2 ആൾക്കാർ വന്ന് ചോദിച്ചവരുണ്ട്. വന്ന് ചോദിച്ചവരത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ട കഥ എന്താണ്? ഇനി വില്ലനായിക്കോട്ടെ നടനായിക്കോട്ടെ നിങ്ങളത് വിശ്വസിച്ചോ, ഹാപ്പി അല്ലേ? ഞാൻ എൻ്റെ പാട് നോക്കി പോകും. അത്ര വേണ്ടു തോന്നുന്നില്ല, അല്ലെങ്കിൽ ആദ്യം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ പറഞ്ഞ് ഈ പറയുന്ന ആൾക്കാർക്ക് തന്നെ ബോറടിക്കും. അതാവുമ്പോ അവര് നിർത്തിക്കോളും. ഇതിപ്പോ ഒരാളെ ലൈബോ അങ്ങനെയാണ് കേട്ടാ, അടുത്ത വർഷം ലൈബോ അങ്ങനെയാണ് കേട്ടാ, കുറച്ച് കഴിയുമ്പോ വന്ന് വേറൊരു മാറ്റിനകത്തില്ല, പോയി. അതെ, അപ്പൊ ഈ പറഞ്ഞ് ക്ഷീണിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം വിഷമം ഉണ്ടാവും, പിന്നെ അത് ശീലമാവും, അതൊരു ശീലാവും. പിന്നെ ഈ പറഞ്ഞ പോലെ അവരെന്തിനാണ് അത് പറഞ്ഞത്, അത് ആ റിയാക്ഷൻ നമ്മളെ ഇല്ലാണ്ടാവുമ്പോ നിർത്തും. കറക്റ്റ് ഒരു റിയാക്ഷൻ കിട്ടാണ്ട് നിർത്താം. കറക്റ്റ്. സോ മൂവിങ് ഫോർവേഡ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിന് ശരിക്കും ഫ്യൂച്ചർ ഉണ്ടോ ഇനി വരുന്ന കാലഘട്ടം? കാരണം ഇപ്പോൾ AI ഒക്കെ ഭയങ്കരമായിട്ട് തിമിർത്താടിക്കൊണ്ടിരിക്കണം. ഒരാൾ വന്ന് മേക്കപ്പ് ഇട്ട് അത്രയും എഫേർട്ട് എടുത്ത് വന്ന് ചെയ്യേണ്ട സാധനം 5 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് കമാൻഡ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മുഞ്ചുള്ളതും ഭയങ്കരമായിട്ടുള്ള പ്രോംപ്റ്റും സംഭവങ്ങളും കിട്ടുന്നു. സോ വാട്ട് യു തിങ്ക്, ലൈക്ക് ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അതിൽ തന്നെ AI എന്നുള്ളതിൽ തന്നെ അതിനുള്ള ആൻസർ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ. എപ്പോഴും ആൾക്കാർക്ക് ഒറിജിനൽ വേണം. പക്ഷെ ഇപ്പൊ എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എത്ര റീപ്ലേസ് ചെയ്താലും ഇതിന് പിന്നില് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് മാർക്കറ്റിംഗ് വിചാരിച്ചു കഴിഞ്ഞാല് എല്ലാരും പറയുന്നത് ഇൻഫ്ലുവൻസർ മാത്രമല്ല മാർക്കറ്റിംഗ്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇറ്റ്സ് എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. അതിന്റെ റീപ്ലേസ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. വ്ളോഗറെ റീപ്ലേസ് ചെയ്യും. വ്ളോഗറെ ഒന്നും ഒരിക്കലും റീപ്ലേസ് ചെയ്യും. വ്ളോഗർ വേറെ തലത്തിലേക്ക് മാറും. റൈറ്റ്. ഇപ്പൊ ഒമാനില് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്ന എന്റെ 1ാമത്തെ വീഡിയോ ഇപ്പൊ ഇന്ന് പോസ്റ്റ് ചെയ്ത 2600 വീഡിയോയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 2600 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഈ ഒരു ഇപ്പൊ ChatGPT റെക്കമെൻഡ് ചെയ്യണ വെറുതെ അല്ല, നമ്മൾ അതിന് കണ്ടിന്യൂസ് 8 വർഷത്തെ എഫേർട്ട് ഉണ്ട്. അപ്പൊ ഞാനെപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്ളോഗർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈബു മുഹമ്മദ്. നമ്മളെയാണ് ഇഷ്ടം നമുക്ക്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്താണ്. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും അല്ല എന്നെക്കാട്ടിൽ ഇഷ്ടം വേറൊരാളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. കാരണം നമ്മുടെ വ്യൂവും ലൈക്കും കാര്യങ്ങളും തന്നെയാണ് എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വേറൊരാൾക്ക് എന്ത് കിട്ടിയെന്ന് നോക്കുന്ന എന്തിനാണ്? നമ്മളെ വെട്ടിച്ചോന്നറിയാലോ, മനസ്സിലായില്ല? അപ്പൊ നമ്മളെ വെട്ടിച്ചോന്നറിയാൻ. അപ്പൊ അതാണ് ഇതിന്റെ കാര്യം. അപ്പോ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ മറ്റുള്ള ഒരാളുടെ റീല് കണ്ടിരുന്ന സമയം കളയാണ്ട് സ്വയം ഒരു റീല് എന്നിട്ട് അതിലൊക്കെ കുറെ ഒരു നമ്മൾ മറ്റുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നോക്കുന്നത് നമ്മളെ മനസ്സമാധാനം ഇല്ലാണ്ടാക്കുള്ളൂ. അത് വ്ളോഗ് എന്നല്ല. നിങ്ങളൊരു വേറൊരാളുടെ ഒരു പരിധി വരെയും ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് വേറൊരാളുടെ ലൈഫിലേക്ക് നോക്കുക അത് ഒരിക്കലും ആവാൻ പറ്റില്ല. അത് വേറൊരു വേറൊരു വാപ്പ ഉമ്മ വേറൊരു പശ്ചാത്തലത്തിൽ വേറൊരു രീതി ജീവിച്ചു വളർന്ന ഒരാള് അയാള് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാന്ന് വിചാരിക്കരുത്. നമ്മളായിട്ട് ചെയ്യാം. ഉള്ളത് ഈ സംതൃപ്തി എന്ന് പറഞ്ഞൊരു കാര്യം, നമുക്കുള്ളതിലൊരു സംതൃപ്തി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ കണ്ടന്റ്മെന്റ് എന്ന് പറയുന്ന പോലെ ഉള്ളതിൽ ഒരു ഹാപ്പിനെസ് കണ്ടെത്തണം. ഇപ്പൊ കണ്ടിട്ടില്ലേ ചില ആൾക്കാര് നമ്മളോട് ചോദിക്കുക, വയനാട്ടിൽ പോയിരുന്നിട്ട് ചായ കുടിക്കുക, എന്ത് മാത്തുല്യ അവന് കിട്ടണ. ഞാനങ്ങനെ
ഞാൻ ബൈക്ക് എടുത്തിട്ട് നിങ്ങൾ പോയില്ലേ? പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു happiness, പുറത്തുനിന്ന് കണ്ട ഒരാളെ അവൻ വട്ടനാണ്, അവന് എന്താണ് പെട്രോൾ കത്തിച്ച് പോയി അവിടെ ചായ ഇവിടെ കിട്ടൂലേ, 10 രൂപ. അവിടെ കിട്ടില്ല. അപ്പൊ അതാണ് അത് ഒരാളുടെ ഒരു പെർസ്പെക്റ്റീവ്, മൈൻഡ് പ്രോസസ്, തോട്ട് പ്രോസസ്സ്. അപ്പൊ ഞാൻ പറയണത് നിങ്ങൾക്ക് വയനാട്ടിൽ പോയി ചായ കുടിച്ചാൽ എൻജോയ്മെന്റ് കിട്ടുന്നത് നിങ്ങൾ വയനാട്ടിൽ പോയി ചായ കുടിക്കുക. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ചായ കുടിച്ചാൽ മതി, പെട്ടിക്കടയിൽ നിന്ന് ചായ കുടിച്ചാൽ മതി, അത് കുടിക്കുക. നിങ്ങളുടെ ഹാപ്പിനെസ് എവിടെയാണോ അത് ചെയ്യാം. മറ്റൊരാളെ ഹാം ചെയ്യാതെ നിങ്ങൾക്ക് എന്തോളം ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും അത് ചെയ്യാം. മറ്റൊരാളെ ഹാപ്പിനെസ്സിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിൽ കടന്നു കയറ്റി ആൾക്കൊരു ബുദ്ധിമുട്ടാവുന്ന പക്ഷം അത് നിങ്ങളുടെ ഹാപ്പിനെസ് ആണെന്ന് പറയാൻ പറ്റില്ല. മാക്സിമം ഹാം ചെയ്യാണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ കുറച്ച് ചെറിയ ചെറിയ സപ്പോർട്ടും കുറച്ച് നമ്മളൊരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ആ ആള് വളരുന്നതിനൊപ്പം തന്നെ നമുക്കൊരു വളർച്ച ഓട്ടോമാറ്റിക് കിട്ടും. ഒരു ഉന്ത്, ഒരു തള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടല്ലോ, ഫോർ ദ എവരി, ശരിക്കും ന്യൂട്ടന്റെ തേർഡ് ലോ ഉണ്ട്, ഫോർ ദ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് എല്ലാത്തിലും ഉണ്ട്. അത് പോസിറ്റിവിറ്റി, നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. വെരി ട്രൂ. നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ അതിന്റെ നെഗ് മാത്രം ആലോചിച്ചു. പക്ഷെ അത് പലരും ശരിക്കും പറഞ്ഞാൽ പലരുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ ട്രോമാസും അങ്ങനെയൊക്കെ വരുന്നത് ചിന്തിക്കുന്നവരുണ്ട്. എല്ലാവരും കുറ്റം പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇതായിട്ടല്ല. പക്ഷെ കുറച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ എത്ര വിഷമിച്ചിരിക്കുന്ന സമയത്തും നമുക്ക് വേണമെങ്കിൽ നല്ലൊരു കോമഡി സീൻ കണ്ടിട്ട് ചിരിക്കാൻ പറ്റും. തീർച്ചയായും അത് ആ ഡോപ്പമിൻ ബൂസ്റ്റ് ആയി ഇതാക്കാൻ പറ്റും. സോ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാത്തിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇതായിട്ട് സംസാരിച്ചു. സോ ലാസ്റ്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയപരിധി ഇതൊരു 1 ഹവറിനുള്ളിൽ തീർക്കണം എന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ 1 ഹവറിൻ്റെ മുകളിൽ ഒരുപാട് പോയിന്. സോ ബ്രോ ബിഫോർ ദാറ്റ് വന്നതിൽ ഒരുപാട് സന്തോഷം, സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം, നമുക്ക് കേൾക്കാൻ പറ്റിയതിലും സന്തോഷം, ഒരുപാട് പഠിക്കാനും പറ്റി അതെന്ന്. സോ ഫൈനലായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഡു യു തിങ്ക് ഈസ് ഹാപ്പിനെസ്? എന്താണ് നിങ്ങളുടെ ഒരു ലൈബുവിൻ്റെ ഒരു ഡെഫിനേഷനിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? എൻ്റെ ഡെഫിനേഷൻ ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണോ അതിൽ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുക. റൈറ്റ്. നമ്മളുടെ ഒരു ഡ്രീം ഉണ്ടാവും, എല്ലാവർക്കും ഡ്രീം ഉണ്ടാവും. റൈറ്റ്. വളരെ അപൂർവം പേർക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാറുണ്ട്. കറക്റ്റ്. അതിൻ്റെ ഒരു സൈഡിലെങ്കിലും എത്തിപ്പെടാൻ ഒരു ശ്രമം നടത്തി നോക്കുക. വെരി ട്രൂ. അവിടെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. വെരി നൈസ്. സോ ഒരു യങ്ങർ ജനറേഷന് ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഈ വ്ളോഗിങ്ങിലേക്ക് കടന്നു വരുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, ഓരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ആകെ പറയാനുള്ളത്, ഇപ്പം എന്തായാലും നമ്മൾ സ്ട്രഗിൾ ചെയ്ത പോലൊന്നും ഇനി വ്ളോഗേഴ്സ് ഇവിടെ സ്ട്രഗിൾ ചെയ്യും. കാരണം ഒരു പ്ലാറ്റ്ഫോം സെറ്റാണ്, ക്ലയൻസ് സെറ്റാണ്, എല്ലാം സെറ്റാണ്. ആകെ ചെയ്യേണ്ടത് ആ എഫേർട്ട്. നിങ്ങൾക്ക് എന്ത് പുതിയത് ചെയ്യാൻ പറ്റും? കാരണം ഇനി ഒരു ലൈബൂനെ ഇവിടെ ആവശ്യമില്ല. അപ്പൊ ഒരു നമസ്കാരം കാരണം ഓൾറെഡി. അപ്പോ നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റൈലിൽ എന്ത് പുതിയത് കൊണ്ടുവരാൻ പറ്റും? സംതിങ് ന്യൂ. എന്തെങ്കിലും പുതിയത് കൊണ്ടുവരിക, ഇത് ചേഞ്ച് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. നമ്മളെല്ലാരും ഒരു സ്റ്റേജിൽ ഇവിടെ നിന്ന് മാറേണ്ടവരാണ്. ഇപ്പൊ 8 വർഷമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആരും പുതിയത് കൊണ്ടുവരാത്തോണ്ടാണ്. ശരിയാണ്. അപ്പോൾ പുതിയത് വരണം. അതിൽ നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം എന്നും ഒമാന്റെ ഒരു വ്ളോഗിങ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിലാദ്യത്തെ പേര് എൻ്റെ ഉണ്ടാവും. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. കാരണം 3-4 മീഡിയകൾ നമ്മൾ ഈ അടുത്ത് പോഡ്കാസ്റ്റ് ആയിട്ടും ഒബ്സർവറും ടൈംസ് ഓഫ് ഒമാൻ, ഞാനും ഫസ്റ്റ് വിളിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഒരു തുടക്കം കുറിക്കാൻ പറ്റി. ഇവിടുത്തെ ഇതിൻ്റെ ഒരു വളർച്ച ഞാൻ ആര് തന്നില്ലെങ്കിലും ഞാൻ അതിന്റെ ക്രെഡിറ്റ് ഞാൻ അങ്ങോട്ട് എടുക്കും. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. പുതിയ ആൾക്കാർ വരണം, പുതിയത് വരട്ടെ. അതുപോലെ തന്നെ മാർക്കറ്റിംഗിന്റെ പുതിയ തലങ്ങളൊക്കെ ഓപ്പൺ ആവട്ടെ. മാർക്കറ്റിംഗ് അതൊരു ലഹരിയാണ്. സെയിൽസ് ലഹരി എന്ന് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിംഗ് ഒരു ലഹരിയാണ്. എല്ലാം സെറ്റായിട്ട് വരട്ടെ, എല്ലാം വരട്ടെ. സോ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇതിലൊരു താങ്ക്സ് പറയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു കംഫർട്ട് സോണിൽ ഇരുത്തി പറയിപ്പിക്കാൻ പറ്റിയത് അത് നിങ്ങളുടെ കഴിവാണ്. നമുക്ക് വേണമെങ്കിൽ ഇടയിൽ മടുത്തെണീറ്റ് പോവാം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഇൻഫർമേഷൻസ് ഭാഗികമായിട്ട് വരാം, വേണമെങ്കിൽ നുണ പറയിപ്പിക്കാം, ഇതൊക്കെ ചെയ്യിക്കാം. ഇതൊന്നും ചെയ്യിക്കാതെ നിങ്ങളൊരു സത്യസന്ധമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചതും
അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ശൈലി ഒരാളെ കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. താങ്ക് യു. എനിക്ക് തോന്നുന്ന ഒരു 3 മണിക്കൂറായിട്ടിരുന്നു. അപ്പൊ ഈ 3 മണിക്കൂർ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇരുത്തിയത് അത് നിങ്ങളെ ഇൻട്രസ്റ്റിംഗ് ആയി കൊണ്ടുപോകേണ്ടതാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ വളരെ സന്തോഷം. നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ ഫസ്റ്റ് ഗസ്റ്റ് ആയതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയും. ഞാൻ പറയുന്ന പ്രഷർ ഈസ് മൈൻ. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒമാനിലുള്ള യഥാർത്ഥ ഇൻഫ്ലുവൻസർ അല്ല ഞാൻ പറയുന്നത്, യഥാർത്ഥ ഒരുപാട് ഒമാനിലുള്ള ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ, തീർച്ചയായിട്ടും എല്ലാവരും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള പല രീതിയിൽ, ബിസിനസ്സിലായാലും മോട്ടിവേഷനിലായാലും, അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടേണ്ട വ്യക്തിത്വങ്ങൾ, അതുപോലെ തന്നെ നല്ല കലാകാരന്മാരുണ്ട്. തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, അവരൊക്കെ ഈ പോഡ്കാസ്റ്റിലൂടെ വരണം. നിങ്ങളുടെ പോഡ്കാസ്റ്റ് വളരെ വലുതായി കഴിയുമ്പോൾ ബ്ലോഗിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ തുടക്കം ലൈവിൽ പറയട്ടെ. അത് തീർച്ചയായിട്ടും നമ്മളത് മാർക്ക് ചെയ്ത് വെക്കും, ഗോൾഡൻ ലിങ്കിൽ മാർക്ക് ചെയ്ത് വെക്കും. താങ്ക് യു വെരി മച്ച്. ഇൻഷാ അല്ലാഹ്.